പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ഏതാനും ചില നാളുകൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് തന്ന ഒരനുഗ്രഹിക്കപ്പെട്ട ഗാനം, ഞാൻ പോയ ഓരോ വഴിയും എൻ്റെ യേശു കൂടെ വന്നു എന്ന ഒരു ഗാനം. കഴിഞ്ഞ നാളുകളിൽ അനേക ഗാനങ്ങൾ എഴുതുവാനും അതിന് സംഗീതം കൊടുക്കുവാനൊക്കെ കർത്താവ് അവസരം ഒരുക്കി തന്നു. അതിൽ ഒരു ഗാനമാണ് ഞാൻ പോയ ഓരോ വഴിയും എൻ്റെ യേശു കൂടെ വന്നു. ഓരോ വഴിയും എൻ്റെ യേശു കൂടെ വന്നു. ഞാൻ പോയ ഓരോ വഴിയും എൻ്റെ യേശു കൂടെ വന്നു. ഞാൻ പതറുകില്ല, ഞാൻ തളരുകില്ല. ഞാൻ കരഞ്ഞിടുമ്പോൾ യേശു അരികെ വരും. ഞാൻ പതറുകില്ല, തളരുകില്ല. കരഞ്ഞിടുമ്പോൾ യേശു അരികെ വരും. ഞാൻ പോയ ഓരോ വഴിയും എൻ്റെ യേശു കൂടെ വന്നു. ഞാൻ തകർന്നു പോകും എന്നു വിധി എഴുതി, എൻ മരണ വാർത്ത കേൾപ്പാൻ കൊതിച്ചവരും. ഞാൻ തകർന്നു പോകും എന്നു വിധി എഴുതി, എൻ മരണ വാർത്ത കേൾപ്പാൻ കൊതിച്ചവരും. തള്ളിപ്പറഞ്ഞവരും എന്നെ വെറുത്തവരും എല്ലാം അകന്നിടുമ്പോൾ യേശു അരികെ വരും. തള്ളിപ്പറഞ്ഞവരും എന്നെ വെറുത്തവരും എല്ലാം അകന്നിടുമ്പോൾ യേശു അരികിൽ വരും. ഞാൻ പോയ ഓരോ വഴിയും എൻ്റെ യേശു കൂടെ വന്നു. ഞാൻ പോയ ഓരോ വഴിയും എൻ്റെ യേശു കൂടെ വന്നു. ഞാൻ പതറുകില്ല, ഞാൻ തളരുകില്ല. ഞാൻ കരഞ്ഞിടുമ്പോൾ യേശു അരികിൽ വരും. ഞാൻ പതറുകില്ല, ഞാൻ തളരുകില്ല. ഞാൻ കരഞ്ഞിടുമ്പോൾ യേശു അരികിൽ വരും. ഞാൻ പോയ ഓരോ വഴിയും എൻ്റെ യേശു കൂടെ വന്നു. നിന്റെ ആലോചനയാ എന്നെ എന്നും നടത്തും. തിരുവചനമല്ലോ എനിക്കെന്തും ആനന്ദം. നിന്റെ ആലോചനയാ എന്നെ എന്നും നടത്തും. തിരുവചനമല്ലോ എനിക്കെന്നും ആനന്ദം. നിന്റെ വലം കൈയല്ലോ എന്നെ താങ്ങിടുന്നത്. ഞാനൊന്നു വിളിച്ചാൽ യേശു അരികിൽ വരും.
നിന്റെ വലം കൈയല്ലോ എന്നെ താങ്ങിടുന്നത്. ഞാനൊന്നു വിളിച്ചാൽ യേശു അരികിൽ വരും. ഞാൻ പോയ ഓരോ വഴിയും എൻ്റെ യേശു കൂടെ വന്നു. ഞാൻ പോയ ഓരോ വഴിയും എൻ്റെ യേശു കൂടെ വന്നു. ഞാൻ പതറുകില്ല, തളരുകില്ല. കരഞ്ഞിടുമ്പോൾ യേശു അരികിൽ വരും. ഞാൻ പതറുകില്ല, തളരുകില്ല. കരഞ്ഞിടുമ്പോൾ യേശു അരികിൽ വരും. ഞാൻ പോയ ഓരോ വഴിയും എൻ്റെ യേശു കൂടെ വന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് നമ്മുടെ ഉച്ച കഴിഞ്ഞുള്ള സെക്ഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. വെളിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ തീർച്ചയായിട്ടും ഓഡിറ്റോറിയത്തിനകത്തേക്ക് പ്രവേശിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. പാസ്റ്റർ കെ ജോൺസൺ ഇപ്പോൾ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വിലപ്പെട്ടതായ സമയത്തിനായി ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. ഈ ദിനങ്ങളിൽ കർത്താവിൻ്റെ പാദാന്തിയായിരിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ വൻകൃപകളയോർത്ത് നന്ദി അർപ്പിക്കട്ടെ. ഞങ്ങളുടെ കണ്ണീഷനുള്ള ബന്ധത്തിൽ ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ തന്നല്ലോ. അഭിഷിക്തന്മാരായ കർത്താവിൻ്റെ വൃദ്ധന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ ഞങ്ങൾക്ക് നൽകി തന്നതോർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെയും വിലപ്പെട്ടതായ സന്ദേശം കേൾക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് കൃപ തരുമാറാകണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. തുടർന്ന് ഞങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഉച്ച കഴിഞ്ഞുള്ളതായ സെക്ഷനിൽ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ഞങ്ങളെ കേൾപ്പിക്കുമാറാകണം എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. കൂടി വന്ന എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം. അഭിഷിക്തന്മാരായ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്കായി സ്തോത്രം. പ്രിയപ്പെട്ട ദാസന്മാരിലൂടെ ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ആലോചന ഞങ്ങൾക്ക് നൽകി തരണമേ. അത് കേട്ട് ഞങ്ങൾ വളരെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കപ്പെടുവാൻ സ്വർഗമിടയാക്കണം. ഈ ദിനങ്ങളിൽ ഞങ്ങളോട് സംസാരിച്ചിരിക്കുന്നതോർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. അടിയനെ ഏൽപ്പിക്കുന്നു എന്നുള്ളതായ ദൈവശബ്ദത്തിൻ്റെ മുൻപാകെ ഈ ദിനങ്ങളിൽ സമർപ്പണത്തോടെ തീരുമാനത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിലിരിപ്പാൻ കൃപ തരണമേ. എല്ലാ മാനമഹത്വവും അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഗായക സംഘം പാടും. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് എല്ലാ സാഹചര്യങ്ങളിലും ഒരു ഭക്തന്റെ കൂടെ എപ്പോഴുമുണ്ട്. നമുക്ക് നല്ല തുണയായി, നല്ല സഖിയായി, നല്ല ആലോചനക്കാരനായി ഈ മരുഭൂ യാത്രയിൽ നമ്മോടുകൂടെ നമ്മുടെ കർത്താവുണ്ട്. നമുക്കൊരു ഗാനം ചേർത്ത് പാടി കരങ്ങളെ അടിച്ച് കർത്താവിനെ ആരാധിക്കാം. തുണ എനിക്ക് യേശുവേ, കുറവ് എനിക്കില്ലതാൽ എന്ന പാട്ട് ചേർത്ത് പാടി കരങ്ങളെ അടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശുവേ, കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്ക് യേശുവേ, കുറവിനില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്നെ
അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും. അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണ എനിക്ക് യേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകയെന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴ പോ. പകയെന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും താൻ പകർന്നിടും കൃപമഴ പോ. തുണ എനിക്ക് യേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ. പരിചയും പലകയുമാ പരമനി പാരിടത്തിൽ. ശരണമവൻ തരും തൻ ചിറകുകളിൻ കീഴിൽ. പരിചയും പലകയുമാ പരമനി പാരിടത്തിൽ. തുണ എനിക്ക് യേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പലവിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലവൻ കാത്തിടുമേ. വലവിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലവൻ കാത്തിടുമേ. തുണ എനിക്ക് യേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. ആകുലവേളകളിൽ ആപത്തുനാളുകളിൽ ആഗതനാമരികിൽ ആശ്വസിപ്പിച്ചിടുവാൻ. തുണ എനിക്ക് യേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണ എനിക്ക് യേശുവേ, കുറവിനിയില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പ്രൈസ് ദി ലോർഡ്. തുടർന്ന് പ്രാർത്ഥനയ്ക്കുള്ള സെക്ഷനാണ്. പ്രിയ പാസ്റ്റർ ജേക്കബ് ജോർജ് മുൻപോട്ട് വന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, ദൈവത്തിൽ പ്രാർത്ഥിക്കാം. തിങ്കളാഴ്ച രാവിലെ സമയം മുതൽ നമ്മുടെ ജനറൽ കൺവെൻഷൻ്റെ വിവിധ മീറ്റിങ്ങുകൾ ഈ കോമ്പൗണ്ടിൽ നടന്നു വരുന്നല്ലോ. ഈ പകൽക്കാലം വരെയും കർത്താവ് നമ്മെ മാനിപ്പാൻ്റെ ഗുണമിടയായി തീർന്നു. ഓരോ സെഷനുകളിലും ദൈവത്തിൻ്റെ വലിയ കൃപ ദൈവം പകർന്നു. ദൈവിക വിടുതലുകൾ, ദൈവിക കരുതലുകൾ, ദൈവശക്തി അനുഭവിച്ചറിയുവാൻ്റെ കവണ്ണം കർത്താവ് നമുക്കിടയാക്കിയല്ലോ.
എല്ലാ നന്മകളും ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതികാൽ ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ദൗത്യത്തിനായുള്ള വെല്ലുവിളിക്കായി നാം ഒരുമിച്ച് ദൈവസ്ഥലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കൃപ വെളിപ്പെടുത്തേണ്ടതിന് കഴിഞ്ഞ സെഷനുകളിൽ ഹൃദ്യമായി നമ്മോട് സംസാരിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സെഷനിലും ഹൃദ്യമായി നമ്മോട് ഇടപെടേണ്ടതിന്, നമ്മോട് സംസാരിക്കേണ്ടതിന് നമുക്കൊരു മനസ്സോടെ ദൈവത്തിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്മാരെ അതിശക്തമായി നമ്മുടെ മധ്യത്തിൽ കർത്താവ് ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസന്മാരിലൂടെ കേൾക്കുന്ന ദൈവികാലോചനകൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ, ഏറെ പ്രയോജനമായി തീരുവാൻ, നമ്മുടെ കർത്തൃവേലയിൽ അതൊരു മുതൽക്കൂട്ടായി തീരുവാൻ്റെ കവണ്ണം സ്വർഗമിടയാക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ സെഷൻ ലിഡിയോന്റെ കഥാവൃദാസനെ കഥാവ് അധികാരപ്പെടുത്തേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ പകൽക്കാലം ഉച്ച കഴിഞ്ഞ സമയം നാം ഒരുമിച്ച് ദൈവസ്ഥലായിരിക്കുന്നത് വൃഥാവായി പോകാതെ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന്, വലിയ ദൈവകൃപ ദൈവം വെളിപ്പെടുത്തി കഥാവ് നമ്മെ മാനിക്കേണ്ടതിന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഒരിക്കലൂടെ അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഒരുമനപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഥാവൃദാസന്മാരെ കഥാവ് ശക്തമായി കരങ്ങളിൽ എടുക്കേണ്ടതിനായി, ഈ സെഷൻ കഥാവ് അനുഗ്രഹിക്കേണ്ടതിനായി നാം ദൈവത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ വിഷയം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഹൈറേഞ്ച് സെൻട്രൽ പാലൂക്കാവ് സഭാ ശുശ്രൂഷകൻ പാസ്റ്റർ ശ്രീജിത്ത്, ഭാര്യ അഞ്ജു, ഇരുവരും കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഇരുവരുടെയും പൂർണ്ണമായ സൗഖ്യത്തിനായി കൺവെൻഷൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഷുഗർ കൂടി, അത് അനുബന്ധ പ്രശ്നങ്ങൾ പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്നു. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ പ്രിയപ്പെട്ടവർ അനുഭവിച്ചു മഹത്വപ്പെടുത്തുവാൻ, അവരുടെ വിടുതലിന്റെ സാക്ഷ്യങ്ങളെ കണ്ട് ദൈവത്തെ ഉയർത്തുവാൻ സ്വർഗമിടയാക്കേണ്ടത് നമുക്ക് ഒരു മനസ്സോടെ ദിവസത്തിൽ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥലിൽ സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നാം എല്ലാവരും ദിവസത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഈ ഉച്ചകഴിഞ്ഞുള്ള സെഷന്റെ അനുഗ്രഹത്തിനായി പാസ്റ്റർ CM സാബു മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory, 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 glory. Praise the Lord, praise the Lord. അൻപുള്ള ദൈവമേ, പരിശുദ്ധ കർത്താവേ, ഞങ്ങളൊക്കെ വാഴ്ത്തുന്നു, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മഹായോഗത്തിൻ്റെ 4-ാം ദിവസം പകലും അങ്ങയുടെ പാദപീഠത്തിലായിരിക്കും കർത്താവ് കൃപ പകർന്നതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പാ. അങ്ങയുടെ വലിയ കൃപ പകർന്ന കർത്താവെ, കഴിഞ്ഞ സെക്ഷനുകളിലൊക്കെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം, കൃപ, അനുഗ്രഹം, നന്മകൾ പകർന്ന് മാനിച്ചതിനായി സ്തോത്രം. ഈ കർത്താവെ സമയം അങ്ങയുടെ പാദപീഠം ഞങ്ങൾ ഒരുമിച്ച് അടുത്ത് വരുമ്പോൾ അവിടുത്തെ വലിയ അനുഗ്രഹങ്ങളെ പകർന്ന് അവിടുന്ന് മാനിക്കണമേ. കർത്താവെ, ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ ദാസന്മാരെ അവിടെ ശക്തീകരിക്കണമേ. ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മിഷൻ ചലഞ്ചായി, കർത്താവെ, മിഷൻ സമ്മേളനമായി ഞങ്ങൾ കൂടി വരുമ്പോൾ കർത്താവെ, അവിടുത്തെ ആലോചന, അവിടുത്തെ ശബ്ദവും ഞങ്ങൾ കേൾപ്പിക്കണമേ. കൂട്ടുകൊണ്ടുവന്ന എല്ലാവർക്കായി സ്തോത്രം. എല്ലാ ദൈവദാസന്മാരും കടന്നു വന്ന് ഒരുമിച്ച് പങ്കെടുപ്പാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പാ. പകലിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസന്മാരെ ശക്തീകരിച്ചാട്ടെ, കൃപ പകർന്നു മാനിച്ചാട്ടെ. ഭഗത്തും കർത്താവ് എടുത്തിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായ ഈ നല്ല ഉച്ച കഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 പകൽ രാത്രികളിലും ഈ 4-ാം പകൽ പ്രഭാതത്തിലും ഞങ്ങളെ മാനിച്ച ദൈവം ഈ ഉച്ച കഴിഞ്ഞ സമയം ഞങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കേണ്ടതിന് ഞങ്ങൾ ഒരു മനസ്സോടെ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ദിനങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി തന്റെ ദാസന്മാരിലൂടെ ഞങ്ങൾ ഇടപെട്ടല്ലോ. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർത്ത ദൈവകൃപയ്ക്കായി സ്തോത്രം. ഈ ഉച്ച കഴിഞ്ഞ സമയത്തും കർത്താവ് ഞങ്ങളെ മാനിച്ച് അനുഗ്രഹിക്കണമേ. അവൻ ഈ പകൽക്കാലം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ അഭിഷേകത്തിന്റെ ശക്തിയോടെ കർത്താവ് ഞങ്ങളുടെ മുതൽ ഉപയോഗിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കേൾക്കപ്പെടുന്ന ഈ ആലോചനകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഏറ്റെടുത്ത് അനുഗ്രഹം പ്രാപിപ്പാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ അതൊരു വെല്ലുവിളിയായി തീരുവാൻ്റെ കവണ്ണം സ്വർഗമിടപെടേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ സെഷൻ ലീഡ് ചെയ്യുന്ന കഥാവിന്റെ ദാസനെ ദൈവങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തിയ ശക്തീകരിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. ഉച്ച കഴിഞ്ഞ യോഗത്തിൽ പങ്കുകൊള്ളുന്ന എല്ലാ കർത്തൃദാസന്മാരെ ദൈവജനത്തെയും കഥാവ് അനുഗ്രഹിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു.
പ്രതിയാളുടെ പ്രാർത്ഥനയ്ക്കായി ഓർപ്പിക്കപ്പെട്ട വിഷയങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രീത് വാസയെ കുടുംബമായി ഞങ്ങളുടെ വിവരങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ ഇന്ന് പകലിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിവേഗമോടുന്ന ദൈവത്തിൻ്റെ വചനം അയച്ച് കർത്താവ് പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കേണ്ടതിന്, വിടുതലിൻ്റെ സാക്ഷ്യങ്ങളെ ദൈവത്തെ ഉയർത്തുവാൻ സ്വർഗമിടയാക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ പകൽക്കാലം അവിടുത്തെ ശക്തി വെളിപ്പെടുത്തും, മഹത്വം വെളിപ്പെടുത്തും. എല്ലാ മഹത്വവും ഞങ്ങളുടെ നാഥന് ക്രിസ്തുയേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമ്മുടെ കർത്താവിന് ഒന്ന് ചേർന്ന് മഹത്വം അർപ്പിച്ചാട്ട്. ഒന്നുകൂടെ ഉച്ചത്തിൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായ നിമിഷത്തിൽ വാഴ്ത്തപ്പെടട്ടെ. കഴിഞ്ഞ ഉച്ചയ്ക്ക് മുമ്പുള്ള സെക്ഷന് ശേഷമായി ഈ ഉച്ച കഴിഞ്ഞുള്ള സെക്ഷനിൽ നമുക്കിങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ കൃപാലുവായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ മഹാകരുണയാൽ തിങ്കളാഴ്ച പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ ഈ ജനറൽ കൺവെൻഷൻ, അത് കഴിഞ്ഞുള്ള ഓരോ സെക്ഷനുകൾ, രാത്രികൾ, പകലുകൾ എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് വളരെ ഹൃദ്യമായി നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പകല് അത് ഓർത്ത് ഒന്നുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നമുക്ക് ഏവർക്കും ഇടയായി തീരട്ടെ. നമ്മോടൊക്കെ വളരെ ശക്തമായി ദൈവം സംസാരിച്ചു. പ്രത്യേകിച്ച് അതിനുള്ള ബന്ധത്തിൽ എനിക്ക് നമ്മുടെ സഭാ നേതൃത്വത്തോട് വളരെ ബഹുമാനം തോന്നുന്നു. സ്തോത്രം. കർത്താവ് അവരെ അതിനു വേണ്ടി നിയോഗിച്ചുവല്ലോ. കർത്താവിൻ്റെ ആത്മാവ് ഏൽപ്പിച്ച ദൂത് വളരെ വ്യക്തതയോടെ സ്പഷ്ടമായി ഈ സദസ്സിനോട് വിളിച്ചു പറയുവാൻ കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവ് ആത്മാവിൽ നിയോഗിച്ചു. എല്ലാറ്റിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഈ വേക്ക് ലഭിച്ചിട്ടുള്ള വിഷയം യഥാസ്ഥാനം, പുതുക്കം, മടങ്ങിവരവ് എന്നുള്ള വിഷയമാണല്ലോ. അതിനെ ആസ്പദമാക്കിയാണ് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ ഇവിടെ വചന പ്രഘോഷണങ്ങൾ നടത്തിയത്. നമ്മുടെ കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് രണ്ട് ഉപമയും യഹൂദ മത പശ്ചാത്തലത്തിൽ ഒരു സംഭവവും വിവരിക്കുവാനിടയായി. അതിൽ യഹൂദ മത പശ്ചാത്തലത്തിൽ പറഞ്ഞ ആ സംഭവം ബഹുമാനായ പാസ്റ്റർ കെ വി ഷാജു പാസ്റ്റർ അത് രാവിലെ 1 തൊട്ടുപോയി. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഇളയവൻ തനിക്ക് ന്യായമായി ലഭിക്കാവുന്ന വിഹിതമൊക്കെ വാങ്ങി അപ്പനിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന് ദൂരദേശത്തേക്ക് വാങ്ങിപ്പോയി. എല്ലാം തീർത്ത് പട്ടിണി പിടിച്ച് ശാരീരികമായും മാനസികമായും ക്ഷീണിതനായി താൻ മടങ്ങി അപ്പൻ്റെ ഭവനത്തിലേക്ക് വന്ന കാര്യം, തൻ്റെ മകൻ്റെ വരവ് നോക്കി ഉമ്മറത്ത് ഇരിക്കുന്ന അപ്പൻ, ദൂരവേ നിന്ന് തന്നെ അപ്പൻ മകനെ കണ്ടു. അവൻ്റെ വസ്ത്രം മാന്യമല്ല, അവൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതിക്ക് മോശം വന്നിട്ടുണ്ട്, വളരെ ക്ഷീണിതനാണ്. എങ്കിലും അപ്പൻ്റെ മകനെ മനസ്സിലായി. അപ്പൻ വേഗം ഇറങ്ങി ഓടിച്ചെന്നു അവൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അവൻ പറയുന്ന വാക്കുണ്ട്, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, അവിടുത്തെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. പക്ഷേ അപ്പന് അവനെ എങ്ങനെയൊക്കെ സ്വീകരിക്കാൻ കഴിയുമോ, അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അവനിൽ വെളിപ്പെട്ടു. അവിടെ അവനൊരു പുതുക്കമുണ്ടാകുകയായിരുന്നു. മടങ്ങി വന്ന ആ മകനെ വളരെ സന്തോഷത്തോടെ അപ്പൻ്റെ സ്നേഹത്തിൻ്റെ അതുല്യത മുഖാന്തരം വിളിച്ച് ഭവനത്തിനകത്ത് ആക്കുവാനിടയായി. നമുക്കറിയാം, യഹൂദൻ്റെ ന്യായപ്രമാണം സംബന്ധിച്ച് ഇവനെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടവനായിരുന്നു. പിന്നത്തേതിൽ
ന്യായപ്രമാണം ലംഘിച്ചാൽ ഉണ്ടാകുന്ന ഏത് ഭവിഷ്യത്തും അപ്പൻ സ്വന്തമായി ഏറ്റെടുക്കുവാൻ തയ്യാറായി ആ മകനെ രക്ഷിപ്പാനിടയായി. സ്തോത്രം. അത് കഴിഞ്ഞ് വീണ്ടും വീട്ടിനകത്തെ ആരവാരങ്ങളൊക്കെ കണ്ട് വയലിൽ ജോലിയിലായിരുന്ന മൂത്ത മകൻ മടങ്ങി വരുമ്പോൾ വീടിനകത്ത് കയറുവാൻ ആഗ്രഹിക്കാതെ തുനിയാതെ അപ്പൻ്റെ ഈ കാര്യങ്ങളിൽ ഇളയവനോട് കാണിച്ച ഈ പരിഗണനയിൽ വേണ്ടതുപോലെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ മടിച്ചു നിൽക്കുന്ന മൂത്ത മകൻ, ആ മകൻ്റെയും അടുത്തേക്ക് അപ്പൻ ചെന്നു. മോനെ, ഇതെല്ലാം എനിക്കുള്ളതെല്ലാം നിൻ്റെയാണ്, നീ എന്തിനും മടിച്ചു നിൽക്കുന്നു? ഞാൻ പറയാം, ഈ രണ്ട് മക്കളും ഒരു നാണയത്തിൻ്റെ രണ്ട് സൈഡുകൾ പോലെയാണ്. രണ്ടു പേർക്കും യഥാസ്ഥാനം ആവശ്യമായിരുന്നു. അപ്പൻ തുറന്ന മനസ്സോടെ അവരെ രണ്ടുപേരെയും യഥാസ്ഥാനത്തിലേക്ക് നയിക്കുന്നതായി നാം കാണുന്നു. ഒരു കാര്യം നാം ഓർക്കണമേ, നമ്മുടെ സ്വർഗത്തിലെ വലിയവനായ സ്നേഹസമ്പന്നനായ പിതാവ് തൻ്റെ പൊന്നോമന പുത്രനെ എൻ്റെയും നിങ്ങളുടെയും മൂത്ത മകനും ഇളയ മകനായിട്ടൊക്കെ ഞാനും നിങ്ങളും മത്സരിച്ച് അപ്പന് അപമാനത്തിൻ്റെ അപമാനത്തിൻ്റെ ഭാരം എത്രത്തോളം പേറിക്കൊടുക്കാമോ അത്രത്തോളം പേറി നിന്ന നമ്മെ ആ പുത്രൻ്റെ രക്തത്തിൽ കൂടി വീണ്ടെടുത്ത് യഥാസ്ഥാനപ്പെടുത്തിയ, പുതുക്കം തന്ന, മടങ്ങി വരവ് തന്ന ആ സ്നേഹം എത്ര വലിയതാണ്. ഇന്ന് ഈ ദിനങ്ങളിൽ നടക്കുന്ന ഈ മീറ്റിങ്ങിൽ കൂടി ഞാനും നിങ്ങളും എല്ലാ തലങ്ങളിലും മൂത്ത മകന് അപ്പൻ്റെ സ്നേഹത്തിൻ്റെ അതുല്യത മനസ്സിലാക്കാൻ കഴിയാതെ പോയി. സ്തോത്രം. അവൻ അപ്പനോട് കൂടെയാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ആയിരിക്കാം ഈ മൂത്ത മക്കൾ. സ്തോത്രം. അല്ലേ? പെന്തക്കോസുകാരാകുന്ന ഈ മൂത്ത മക്കൾ നമ്മളൊക്കെ ആയിരിക്കാം. എപ്പോഴും അപ്പൻ്റെ കൂടെ ഉണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്, സഭായോഗമുണ്ട്, കാത്തിരിപ്പ് യോഗമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇന്നും അപ്പനോട് കൂടെ പാർത്തിട്ടും അപ്പൻ്റെ സ്നേഹത്തിൻ്റെ വൈഭവം മനസ്സിലാകുവാൻ കഴിയാതെ മടിച്ചു നിൽക്കുന്ന ഞാനും നിങ്ങളും ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമാണ്. അതിലേക്ക് വീണ്ടും വലിയവനായ കർത്താവ് നമ്മെ നയിക്കട്ടെ എന്നാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹീതരായ രണ്ട് ദൈവദാസന്മാരാണ് ഉച്ച കഴിഞ്ഞും കർത്താവിൻ്റെ വചനം പ്രഘോഷിപ്പാനായി നമ്മുടെ കൗൺസില് ദൈവത്താൽ അവരെ നിയോഗിച്ചിരിക്കുന്നത്. ആദ്യമായി നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യുന്നത് പാസ്റ്റർ സാബു ജോർജ് ഒറീസയാണ്. ഉത്തരഭാരതത്തിൻ്റെ മണ്ണിൽ കഴിഞ്ഞ 10-27 വർഷത്തിൽ ചെരുവാനമായി കർത്താവിൻ്റെ മഹത്വമുള്ള വേലയിൽ താൻ അത്യുത്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, നമുക്കറിയാം, വൈതുരണികളൊക്കെ ഒത്തിരി ഉത്തരഭാരതത്തിൻ്റെ മേഖലകളിലുണ്ട്. നമ്മുടെ ദൈവദാസന്മാർ എത്രയോ പേരെ ജയിലിൽ അടയ്ക്കപ്പെട്ടു, എത്രയോ ആരാധനാലയങ്ങൾ തകർത്തു. യാതൊരു ദാക്ഷിണ്യവും പലർക്കും, പ്രത്യേകിച്ച് ഭരണകർത്താക്കൾക്ക് അവരോട് തോന്നിയില്ല. അതിൻ്റെയൊക്കെ നടുവിൽ നമ്മുടെ ദൈവദാസന്മാരെ കർത്താവ് അവിടെ നിർത്തിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം വലുതാണ്. എനിക്ക് ഉത്തരഭാരതത്തിൽ ചില വർഷങ്ങൾ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷകൾ ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതികളെക്കുറിച്ച് ഞാൻ നല്ല ബോധവാനാണ്. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ തുടർന്ന് തനിക്ക് കൊടുത്തിരിക്കുന്ന നിമിഷങ്ങൾ കർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. വചനത്തിൽ നമ്മോട് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലിരിക്കാം. വളരെ ബഹുമാനത്തോടെ പാസ്റ്റർ സാബു ജോർജിനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. Hallelujah. 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം परमेश्वर के अति पवित्र नाम की ഈ ഉച്ചകഴിഞ്ഞ സമയത്ത് ये दोपहर का समय पर ബഹുമാന്യനായ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമായി എന്നെ ശ്രവിക്കുന്ന ശ്രേഷ്ഠന്മാരായ ആദരണീയരായ ദൈവദാസന്മാർ, ദൈവമക്കൾ, പ്രതികാല ലൈവിൽ കൂടി എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. विशेष तौर पर मंच पर मेरा साथ प्रभु का सेवा करने वाले आदरणीय लोग और मेरे सामने बैठे हुए सारे प्रभु का दास और ऑनलाइन का द्वारा मेरे इस वाणी को सुनने वाला सारे लोगों को दोबारा आने वाला यीशु के नाम से मैं वंदना करता हूँ. ഞാൻ ഈ ഒരവസരം പ്രതീക്ഷിച്ചതല്ല. मैं ऐसे वाला एक मौका मिलेगा करके मैं सोचा नहीं था. എന്നാൽ
നമ്മുടെ വഴികളല്ലല്ലോ ദൈവത്തിൻ്റെ വഴികൾ. लेकिन हमारा विचार नहीं है प्रभु का विचार. നമ്മുടെ വിചാരങ്ങളല്ലല്ലോ ദൈവത്തിൻ്റെ വിചാരങ്ങൾ. हम जो सोचे वो नहीं है प्रभु का विचार. ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി സഹായിക്കുന്ന ദൈവം. हम मांगने से सोचने से ज्यादा हमारे लिए काम करने वाला परमेश्वर है. എന്നെയും ഒന്ന് കൺസിഡർ ചെയ്യുവാൻ ബഹുമാനപ്പെട്ട കൗൺസിൽ ഇങ്ങനൊരു അവസരം തന്നതുകൊണ്ട് കൗൺസിലിനോട് നന്ദിയും അറിയിക്കും. जो काउंसिल मुझे भी ये जो अवसर दिया उसके लिए मैं हृदय से मेरे धन्यवाद कहना चाहूँगा. ഞാൻ ഒരു വരി പാട്ട് പാടിക്കോട്ടെ. मैं एक लाइन का गीत गाना चाहता हूँ. എൻ്റെ ജീവിതത്തിൻ്റെ മിനിസ്ട്രിയുടെ ആരംഭത്തിൻ്റെ അനുഭവമായതുകൊണ്ടാണ്. क्योंकि वो मेरा जीवन और मेरा सेवकाई की जो शुरुआत की कुछ अनुभव है. അർപ്പണം ചെയ്യുന്നീയാത്മനിയോഗത്താൽ അല്പമെനിക്കുള്ളതല്ല ഉന്നതനേ തവ സേവയിൻ ജീവിതം ഒന്നു മതി എനിക്കുലകിൽ. ഉന്നതനേ തവ സേവയിൻ ജീവിതം ഒന്നു മതി എനിക്കുലകിൽ. യാകെ നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ സ്തുത്യർഹമേ തവ നാമം. 1994 ഞാൻ പഞ്ചാബിലൊരു ജോലിയുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ കർത്താവായ യേശു കർത്താവ് എന്നെ അവൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ഹല്ലേലൂയ തിരഞ്ഞെടുപ്പാനിടയായത്. 1994 में मैं जब गुजरात में मैं काम कर रहा था उस समय परमेश्वर ने मुझे अपनी सेवकाई के लिए बुलाहट दिया. എൻ്റെ पंजाब में എൻ്റെ സ്നേഹിതന്മാരും എൻ്റെ കൂടെയുള്ള എൻ്റെ അങ്കിള് അവരൊക്കെ എന്നെ ഒത്തിരി നിർബന്ധിച്ചു. കാരണം പെട്ടെന്ന് ജോലി റിസൈൻ ചെയ്തപ്പോൾ അവർ ചോദിച്ചു നീ എങ്ങനെ കഴിയും. അപ്പോൾ എൻ്റെ മാതാവ് എന്നോട് കൂടെയുണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്. അങ്ങനെ ഒത്തിരി വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ എനിക്കുണ്ടാകുവാനിടയായി. मेरे परिवार के लोग जिनसे मैं प्रेम करता था उन्होंने मुझको बहुत जोर दिया है, क्योंकि अगर आप अपना काम को छोड़कर सेवकाई के लिए जाएंगे तो आपकी परिवार किस प्रकार से जिएगा, उनकी खर्चा कैसे निकलेगा करके कई सवालों मेरे सामने रखे थे. അന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങുവാൻ ഒത്തിരി ലേറ്റായി. उस रात मुझे बहुत देर हो गया था सोने के लिए. 12 മണിയായി, 1 മണിയായി, 2 മണിയായി, അങ്ങോട്ടും इങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുന്ന ഉറക്കം വരുന്നില്ല. 12 बज गया, 1, 2 ऐसे जैसे समय बीतते बीतते गया, नींद नहीं आ रहा था. मैं उस तरफ इस तरफ मोड़ कर मैं ऐसे ही लेटा था. പെട്ടെന്ന് ഞാൻ ഒരു കോമ പോലെയായി. അപ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നതായിട്ട് എനിക്ക് തോന്നി. മൈ ബിലവഡ് സൺ, ഐ ഹാവ് ചോസൺ യു ലൈക്ക് ഡേവിഡ് ആൻഡ് മോസസ് ടു സഫർ ഫോർ ദ സേക്ക് ഓഫ് മൈ പീപ്പിൾ. तुरंत मैंने मेरा शरीर में ऐसे कोमा जैसे मैं कुछ भी नहीं कर पा रहा हूं, मेरा हाथ पैर नहीं हिल रहा है. उस समय प्रभु का आवाज मैंने सुना था कि मूसा के समान वचन में जो लोग प्रभु के लिए दुख उठाने के लिए मैंने तुमको चुनौती दिया हूं. ഇത് കേട്ടതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയി. और जब इस शब्द इस वाणी को मैंने सुना था तुरंत मैं सो गया. ഞാൻ പ്രഭാതത്തിൽ എഴുന്നേറ്റു. और सुबह होकर मैं जब उठा, ഞാൻ എൻ്റെ മിസ്സിനോട് പറഞ്ഞു ഞാൻ ജോലിയെല്ലാം വിട്ടിട്ട് ദൈവവേലയ്ക്ക് പോകുവാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. मैं अपना परिवार लोगों को बताया मैं पूरा नौकरी को छोड़कर मैं प्रभु का सेवकाई के लिए निकल जा रहा हूं. അങ്ങനെ 1994 ഞാൻ മണക്കാല സെമിനാരിയിലേക്ക് വരുവാനിടയായി. वैसे ही मैं 1994 में मैं मनाकाला सेमिनार में पढ़ने के लिए आया. എല്ലാം എനിക്ക് പ്രതികൂലമായിരുന്നു. मेरा हर एक परिस्थिति मेरे खिलाफ हो गया था. ഞാൻ എവിടെ താമസിക്കുമെന്ന് എനിക്കറിയത്തില്ല. मैं कहाँ रहूँगा मुझे कोई आइडिया नहीं था. എനിക്കന്ന് മോൻ ഒരു 1.5 വയസ്സ് പ്രായമുണ്ട് എൻ്റെ മോൻ. उस समय मेरा बेटा का उम्र केवल 1.5 साल की. എൻ്റെ വൈഫ് ഒരു ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അടുത്താണ്, കടമ്പനാട് ആണ് സ്ഥലം, പക്ഷേ അവരെന്നെ താമസിപ്പിക്കത്തില്ല. मेरा पत्नी का घर वो लोग नामदारी मसीह लोग के परिवार से है,
उनके घर मेरे से नजदीक है, लेकिन मुझे रहने के लिए उन लोग स्थान नहीं दिए थे। എന്നാൽ ദൈവം അതെല്ലാം ഒരുക്കി ആ കാര്യങ്ങൾ പറഞ്ഞാൽ സമയം പോകും. ദൈവം लेकिन അതെല്ലാം ഒരുക്കി. परमेश्वर ने मेरे लिए सारे चीजों को प्रबंध किया। अगर इन बातों को मैं बोलने जाऊंगा तो समय काफी नहीं रहेगा। 94 മുതൽ 98 വരെ ദൈവവചനം പഠിപ്പാൻ ദൈവം സഹായിച്ചു. 94 से लेकर 98 तक प्रभु का वचन को सीखने के लिए प्रभु सहायता ഞങ്ങൾ किया। പഠിക്കാൻ തുടങ്ങിയപ്പോൾ 43 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. जब हम लोग हमारा पढ़ाई शुरू किए 43 लोग थे, എന്നാൽ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് 13 പേരാ. लेकिन जब हम अपना पढ़ाई को समाप्त किए, खत्म किए, केवल 13 लोग समाप्त कर पाए। അതിൽ ഒരാളായ എൻ്റെ സ്നേഹിതനും എൻ്റെ ക്ലാസ്മേറ്റുമായ പാസ്റ്റർ ബിജു ജോസഫ് ഇന്ന് എൻ്റെ മുമ്പിലുണ്ട്. और उसमें मेरा साथ ग्रेजुएट किया मेरा दोस्त और मेरा साथ जो सहभागी प्रभु का दास मेरे सामने बैठे हैं। ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. मैं प्रभु का धन्यवाद करता हूँ। എൻ്റെ മാതാവ് പഞ്ചാബിലായിരിക്കുമ്പോൾ ഞാനിങ്ങനെ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് റൂമിലിരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. और मैं जब मेरा काम खत्म होकर मैं अपना कमरे में आया था और मेरा माता जी वहाँ उपस्थित रहा और मैं मेरे आंखों से आंसू निकाल रहा था, मैं प्रार्थना कर रहा था। അപ്പോൾ ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാചകം, ഒരു സെൻറ്റൻസ്, കർത്താവേ ആദിവാസികളെ നീ രക്ഷിക്കണമേ എന്ന് ആ മാതാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. मेरा माता जी ने आंसू बहाकर प्रार्थना कर रहा था कि जो आदिवासी लोग हैं उनको आप छुड़ाइए। ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഈ ആദിവാസിക്ക് വേണ്ടി ഈ മാതാവ് എങ്ങനെ പ്രാർത്ഥിക്കുന്നു? तो मैंने ऐसे सोचने लगा, ये आदिवासी लोगों के लिए क्यों मेरा माता प्रार्थना कर रही है। ഞാൻ പിന്നെ അതിന് വലിയ ശ്രദ്ധയൊന്നും കൊടുത്തില്ല. तो मैं ज्यादा ध्यान नहीं दिया। 98 ഞാൻ ജനുവരിയിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് 98 में मेरा ग्रेजुएशन खत्म हुआ। ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ബഹുമാന്യനായ ലേറ്റ് പാസ്റ്റർ ടി ജി ഘോഷി അവിടെ ഇങ്ങനെ നിൽക്കുക. और जब मेरा क्लास रूम से बाहर आया और ऑडिटोरियम में जब मैं आया, वहाँ प्रभु का दास कोशी जी वहाँ खड़े थे। എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞ് അവിടെ നിന്ന് നിൽക്കാൻ പറഞ്ഞു. और मुझको कहा आप थोड़ा रुकिए। എൻ്റെ അടുത്ത് പെട്ടെന്ന് ഒത്തിരി വേറെ കാര്യങ്ങളൊന്നും പറയാതെ പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് ഒറീസയിലെ കുറിച്ചൊരു വലിയ ഭാരമുണ്ടെന്ന് പറഞ്ഞു. और उसने और कुछ भी नहीं कहा, सीधा मुझसे बताया कि ओडिशा के लिए मेरे हृदय में एक बड़ी बोझ प्रभु ने ഞാൻ दिया। പറഞ്ഞു, അങ്ങനെ ഭാരം ഉണ്ടെങ്കിൽ അവിടെ ഒരു വേല തുടങ്ങാച്ചാന്ന് പറഞ്ഞു. ഒരു വേല തുടങ്ങാമെന്ന് പറഞ്ഞു. तो मैंने उनको तुरंत उत्तर दिया कि हम एक सेवकाई शुरू करेंगे। ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ആര് പോകുമെന്ന് ചോദിച്ചു. तो मुझसे ये सवाल पूछा कि कौन ओडिशा के लिए जाएगा। ഞാൻ പെട്ടെന്നൊന്നും ചിന്തിക്കാതെ പറഞ്ഞു, ഞാൻ പാന്ന് പറഞ്ഞു. मैं कुछ भी ना सोचते हुए मैं बोल दिया मैं जाऊंगा। അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്റർ നടക്കണം, ഇങ്ങനെ നടന്നു പോവുക. और उसके बाद मैं मेरे कमरे की ओर मैं जा रहा था, 1 किलोमीटर चल के जाना है पैदल। ഞാൻ ആകെ ടെൻഷനായി, ഞാൻ എന്തു അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതെന്നുള്ളത്. मैं पूरा तनाव हो गया कि मैंने प्रभु का दास को क्या जवाब दे दिया। ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. मैं घर में जाकर माता जी से बोला कि ऐसे एक घटना मेरे जीवन में हुआ। ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. हम मिलकर एक और बार प्रार्थना करने लगे। അന്ന് രാത്രി ദൈവാത്മാവ് എന്നെ മാതാവ് പ്രാർത്ഥിച്ച കാര്യം ഓർമ്മിപ്പിക്കാനിടയായി. उस दिन परमेश्वर ने मेरा माता जी जो प्रार्थना किया उस बात को मुझे याद दिलाया। എന്നാലും എൻ്റെ ചില ആളുകൾ ഈ വിവരം അറിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഓറീസയിൽ ആദിവാസി വനാന്തരങ്ങളിൽ പോയാൽ നീ തിരിച്ചു വരത്തില്ല? और मेरे परिवार के लोग जो इस बात को जान रहे थे, उन्होंने मुझसे पूछने लगा, अगर आप ओडिशा में जाएंगे, उस आदिवासी लोगों के बीच में रहेंगे, क्या आप वापस जिंदा आ सकते हैं? നിന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരു അവസരം ഉണ്ടാക്കത്തില്ല. आपकी बच्चे लोगों की पढ़ाई बर्बाद हो जाएगा। നീ എവിടെ താമസിക്കും, എന്ത് കഴിക്കും? आप कहाँ रहेंगे, क्या खाएंगे? ആ രാത്രിയിലും എനിക്ക് ഉറക്കം വന്നില്ല. उस रात भी मुझे नींद नहीं आया। ഏതായാലും നേരം വെളുപ്പിച്ചു. जैसे दिन हुआ, നേരം വെളുത്ത് ഞാൻ ബൈബിൾ സ്കൂളിലോട്ട് പാനക്കൊണ്ട് ഒരുങ്ങിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു ദൈവദാസൻ ആളവ സഡൻ എൻ്റെ വീട്ടിൽ എൻ്റെ റൂമിലോട്ട് കയറി വന്നു. मैं जैसे मेरे कमरे में तैयार होकर क्लासरूम में जाने के लिए मैं तैयार हुआ, एक प्रभु का दास तुरंत मेरे कमरे के अंदर आया, എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. मुझसे बात करने लगा। ഞാൻ പറഞ്ഞു, പാസ്റ്റർ സോറി, എനിക്ക് സമയം പോയി, അച്ഛൻ ചിലപ്പോൾ അതൊക്കെ കാണും, അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞു. और मैं उस प्रभु का दास को बोला, प्रभु का दास मुझे टाइम नहीं है, मेरे को जल्दी जाना है, नहीं तो वहां मुझे डांट पड़ेगा। ആ പാസ്റ്റർ പറഞ്ഞു, എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു.
और वो प्रभु का दास ने बोला ठीक है मैं प्रार्थना करूंगा। പുള്ളി എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. वो प्रभु का दास उठ के प्रार्थना करने लगा मेरे പുള്ളി लिए। പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നിന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന 50 രൂപ പുള്ളിക്ക് കൊടുക്കാൻ പറഞ്ഞു. और उस समय जब वो प्रभु का दास मेरे लिए प्रार्थना कर रहा था, मैं प्रभु का आत्मा ने मुझसे ये बात किया, आपके पॉकेट में जो 50 रुपया है वो प्रभु का दास के लिए दे दीजिए। ഞാൻ ആകപ്പാടെ പ്രശ്നത്തിലായി. अभी मैं पूरा तनाव में आ गया, समस्या में हो गया था। കാരണം ആ ദിവസം വീട്ടിൽ യാതൊന്നും വയ്ക്കാനില്ല, എൻ്റെ മോന് പാലില്ല, ഒരു ബിസ്ക്കറ്റ് ഇല്ല. അപ്പം തലേ ദിവസം ഒരാൾ 50 രൂപ എനിക്ക് തന്നതാ. क्योंकि उस दिन मेरे घर में खाने के लिए पीने के लिए कुछ नहीं रहा था, मेरे बच्चे के लिए दूध भी देने के लिए कुछ नहीं था। और पिछले दिन एक जन वो सामान खरीदने के लिए 50 रुपया मुझे दिया था। ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, വിഷമിക്കേണ്ട, 50 രൂപ എൻ്റെ കയ്യിലുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ബൈസ്കൂളിലെ ക്ലാസ്സും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ബിസ്ക്കറ്റും അതിന് വേണ്ടുന്ന കാര്യങ്ങളും മേടിച്ചുകൊണ്ട് ഞാൻ വരും. क्योंकि सुबह में मेरा पत्नी को बोला था, चिंता मत करो, मेरे पास 50 रुपया है, मैं जैसे क्लास खत्म होकर आऊंगा दूध और बिस्कुट खरीद के आऊंगा। അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. ऐसे मैंने योजना बना के 50 रुपया को रखा था। ദൈവാത്മാവ് എന്നോട് പറയുക, ഈ 50 രൂപ ആ പാസ്റ്ററിന് കൊടുക്കാൻ. प्रभु की आत्मा ने मुझे प्रेरणा दिया कि जो 50 रुपए आपकी पॉकेट में है वो प्रभु का दास के लिए दे दो। അത് ചില്ലറയുമല്ല, അതാ ഒരു 50ന്റെ ഒരു 50ന്റെ നോട്ടാ. क्योंकि वो चिल्लर भी नहीं था, पूरा पूरा एक नोट 50 रुपया नोट है। അത് ചില്ലറയായിരുന്നെങ്കിൽ ഒരു 20 രൂപ എടുത്തിട്ട് ബാക്കി 30 രൂപ വയ്ക്കാം. अगर वो चिल्लर के रूप में था तो कम से कम 20 रुपया देकर बाकी मैं पॉकेट में रखता। ഞാൻ ദൈവത്തോട് പറഞ്ഞു, പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഇത് കൊടുക്കാൻ പറ്റത്തില്ല, നിനക്ക് അറിയാമല്ലോ, നീ ഹൃദയങ്ങളെ അറിയുന്ന ദൈവമല്ലയോ. जैसे प्रभु का दास ने प्रार्थना कर रहा था, मेरे अंदर जब ये परमेश्वर की आत्मा बात कर रहा था, मैंने उसको बोला कि प्रभु ये 50 रुपए तो मैं नहीं दे पाऊंगा, क्योंकि आप मेरे हृदय की अवस्थाओं को जानने वाला परमेश्वर है। ദൈവാത്മാവ് എന്നെ ഒത്തിരി കമ്പൽ ചെയ്തുകൊണ്ടിരിക്കുക. लेकिन पवित्र आत्मा ने मुझे बहुत जोर देने लगा। ഈ പുള്ളിക്കാരൻ പ്രാർത്ഥന നിർത്തത്തുമില്ല. ये प्रभु का दास प्रार्थना भी खत्म नहीं कर रहा। അവസാനം ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ അതങ്ങ് കൊടുക്കാമെന്ന് പറഞ്ഞു. फिर आखिरी में मैंने बोला प्रभु का दास, मैं प्रभु से बोला कि मैं ये 50 रुपया दे दूंगा। ഞാൻ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളി പ്രാർത്ഥന നിർത്തി. मैं जब दूंगा करके विचार किया, वो प्रार्थना बंद कर दिया। ഹല്ലേലൂയ. हालेलुया। 50 രൂപ എടുത്ത് അങ്ങ് പുള്ളിയുടെ കൊടുത്തു. मैं 50 रुपया को निकाल कर वो प्रभु का दास के हाथ में दे दिया। ഞാൻ എൻ്റെ ഫയലും ഒക്കെ എടുത്തോണ്ട്, പിന്നെ വണ്ടിക്കൂലിക്ക് പൈസയില്ല, 1 രൂപ എടുത്ത് അഞ്ഞ് ഹൈസ്കൂളിൻ്റെ അവിടെ ഇറങ്ങുന്നത്, അതിന് പൈസയില്ല. मैं मेरा റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ തുടങ്ങി. मैं मेरा किताब सबको पकड़ कर मैं चलने लगा, क्योंकि 1 रुपया देता तो मेरे को बस में जाकर मेरा बाइबल कॉलेज में मैं उतार सकता था, लेकिन अभी नहीं है, इसीलिए मैं रोड के किनारे में चलने लगा। അല്പസമയം ഞാൻ ലേറ്റായാണ് ഹൈസ്കൂളിൽ വന്നത്. मैं थोड़ा लेट होकर ही मैं बाइबल कॉलेज में पहुंचा था। ഞാൻ അറിയാതെ കരയുവാൻ തുടങ്ങി. मैं भी नहीं सोचा जाना, मैं आंखों से आंसू आने लगा। ഞാൻ ക്ലാസ്സിൽ വന്നു. मैं क्लासरूम में आया, ഞാൻ ഏറ്റവും ബാക്കിൽ പോയിരുന്നു. मैं सबसे पीछे जाकर मैंने बैठ അന്ന് गया। ഏത് സാറാ വന്നതെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. उस दिन मुझे कोई आइडिया नहीं था कौन आया, कौन सा सर आके सिखाया था, എന്തോ പഠിപ്പിച്ചതൊന്നും എനിക്ക് പിടിയും കിട്ടിയില്ല. क्या सिखाया कुछ कोई आइडिया नहीं है। വല്ലച്ചാതി 1 മണി വരെ ആക്കി, ബെല്ലടിക്കുന്ന സമയമാക്കി. 1 बजे तक हो गया और घंटी भी मारने लगे। ബെല്ലടിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം മെസ്സിലേക്ക് ഭക്ഷണത്തിന് പോയി. और जैसे घंटी का आवाज सुना तो मेरा दोस्त लोग सब लोग उठकर खाना खाने के लिए कैंटीन में गए। ഞാൻ നേരെ ചാപ്പലിലേക്ക് പോയി. और मैंने प्रार्थना की, वो चैपल में गया, കാരണം എൻ്റെ വീട്ടിൽ സഹോദരിയും കുഞ്ഞും പട്ടിണി ഇരിക്കുമ്പോൾ ഞാൻ കഴിക്കുന്നത് ശരിയല്ലല്ലോ. क्योंकि मेरे घर में मेरा पत्नी और बच्चे अगर भूखा रहेंगे और मैं यहाँ खाना खाऊंगा तो ठीक नहीं रहेगा। ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. मैं प्रार्थना करने लगा, എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ല. मैं प्रार्थना नहीं कर पाया। ഞാൻ I started crying like anything. मैं ऐसे रोने लगा। 10-20 മിനിറ്റ് കഴിഞ്ഞു. 10-15 मिनट हो गया। കൂട്ടുകാരെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോന്നു. मेरा दोस्त लोग सब खाना खा के वापस क्लासरूम में जा रहे അങ്ങനെ थे। ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് എൻ്റെ തോളെ തട്ടി. और उस समय मेरा एक दोस्त आकर मेरे कंधे में हाथ लगाकर मुझे बुलाया। ആ ബ്രദറിനെ അവിടെ സാം സാർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. उसने बोला आपको वहाँ शाम सर बुला रहा है। ഞാൻ കണ്ണുനീരൊക്കെ തുടച്ച് പതുക്കെ ഓഫീസിൻ്റെ മുമ്പിൽ ചെന്നു. मैं मेरा आंसुओं को पोंछ कर मैं धीरे ऑफिस में गया। സാം സാർ എന്നെ നോക്കിയിട്ട് ഒരു 500 രൂപ എടുത്ത് കൈ തന്നു. और शाम सर मुझको देकर मेरे हाथ में 500 रुपया पकड़वाया। എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരാൾ കുണ്ട്രയിൽ നിന്ന് ഒരാൾ 50 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ പൈസ ഏൽപ്പിച്ചതാണ്. और एक व्यक्ति कुंड्रा से यात्रा करके ये पैसा आपको देने के लिए 50 किलोमीटर दूर या सफर करके आया। ഞാനത് മേടിച്ച് പോക്കറ്റിൽ വെച്ചു. मैं उसको उठाकर मेरे पॉकेट में डाला। ഞാൻ എങ്ങനെ വീട്ടിൽ എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. मुझे पता नहीं मैं कैसे मेरा घर पहुंचा। അന്ന് രാത്രിയിൽ ഞങ്ങൾ രണ്ടും തീരുമാനമെടുത്തു.
उस रात हम दोनों मिलकर एक निर्णय लिए, ഒറീസയിലേക്ക് പോകാം. हम उड़ीसा की ओर जाएंगे. ഹല്ലേലൂയ, हालेलुया, ഹല്ലേലൂയ. हालेलुया. ഞാൻ വണ്ടിക്കൂലി ചോദിച്ചില്ല. मैं गाड़ी का किराया नहीं मांगा. എവിടെ താമസിക്കുമെന്ന് അന്നത്തെ ആ ഒരു ഒരു രീതി അതാ. എവിടെ താമസിക്കുമെന്നൊന്നും ചോദിച്ചില്ല. उस समय मैं कहाँ रहूंगा वो कुछ भी सवाल मैंने नहीं पूछा. 2 കുഞ്ഞുങ്ങളെയും കൊണ്ടാ പോകേണ്ടത്. मैं 2 बच्चे को पकड़ कर मेरे साथ लेके जाना है. നമ്മുടെ ഇവിടുത്തെ ദൈവദാസന്മാരോട് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ രഹസ്യമായിട്ട് ഒറ്റയ്ക്ക് അവിടെ ചെന്ന് തിരക്കും. अगर हमारा कोई प्रभु का दास को अगर ट्रांसफर मिल गया तो वो लोग पहले अकेला जाकर वहां की सारे परिस्थिति को देखेंगे, താമസ जांचेंगे. സൗകര്യം എങ്ങനെ ഉണ്ടെന്ന് നോക്കും. वहां का रुकने का व्यवस्था कैसे है देखेंगे. കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നൊന്ന് ക്രമീകരിക്കും. वहां का सारे काम कैसे चल रहा है देखेंगे. ആ ഒറീസ വരെ പോകാൻ വണ്ടിക്കൂലി ഇല്ലാതെ നിൽക്കുക. मैं यहाँ उड़ीसा तक जाने का गाड़ी का किराया मेरा पास नहीं है. പിന്നെ എങ്ങനെ പോയി അന്വേഷിക്കാനാ? तो वहां जाकर मैं कैसे वहां की बातों को जानूंगा. അന്നും ഞാൻ ചോദിച്ചിട്ടില്ല, ഇന്നും ചോദിക്കത്തില്ല. उस दिन भी मैंने नहीं पूछा, आज तक मैं पूछता नहीं. ഒറീസയിൽ ഞാൻ എത്തുമ്പോൾ 46 ഡിഗ്രി ചൂട്, ജൂൺ മാസം 6-ാം തീയതി. मैं जब उड़ीसा में जाकर पहुंचा, जून महीना 46 डिग्री था गर्मी. അവിടെ ചെന്നു, वहां गया, മിനിസ്ട്രി ആരംഭിച്ചു. सेवकाई को शुरू किया. അവിടെ നിന്നും കൂടുതൽ പറയാൻ സമയമില്ല. वहां की बात को और ज्यादा बोलने के लिए समय नहीं है. 98-ൽ ഫെയ്ത്ത് ബൈബിൾ ട്രെയിനിങ് സെന്റർ അവിടെ ആരംഭിച്ചു. 98 में वहां फेथ बाइबल ट्रेनिंग मैंने शुरू किया അതിൻ്റെ ചുമതലകൾ ഞാൻ ഏറ്റെടുത്തു. और उसकी जिम्मेदारियों को मैंने लिया. എന്നോടൊപ്പം പാസ്റ്റർ വർഗീസ് കെ മാത്യു ഉണ്ടായിരുന്നു. और मैं जब वहां था, प्रभु का दास वर्गीस के मैथ्यू जी वहां ഞങ്ങൾ उपस्थित കാര്യങ്ങൾ थे. മുമ്പോട്ട് ചെയ്യുവാൻ തുടങ്ങി. वो वहां की काम को आगे करने शुरू किए. 99 ജനുവരി ആദ്യ ആഴ്ചയിൽ ഗ്രഹാം സ്റ്റേറ്റ്സിൻ്റെ ആ ദാരുണമായ അന്തം ഞങ്ങൾ ഒരു ദിവസം കേൾക്കുവാനിടയായി. और 99 में जनवरी महीना जो उड़ीसा में प्रभु का दास ग्राहम स्टेन्स जी का जो घटना है उसको हम लोग सुने थे. ഒരു വാക്യം വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 35-ാം വാക്യം. एक वचन हम पढ़ेंगे, रोमियो 8:35. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ആർ വേർപിരിക്കും? हमें मसीह के प्रेम से कौन अलग करेगा. കഷ്ടതയോ, क्या क्लेश ഉപദ്രവമോ, या संकट സങ്കടമോ, या उपद्रव പട്ടിണിയോ, या भूख നഗ്നതയോ, या नंगाई ആപത്തോ, और जोखिम, വാളോ. तलवार. താഴെ എഴുതിയിരിക്കുന്നു, നിന്റെ നാമനിമിത്തം ദിവസം ദിനം പ്രതി ഞങ്ങൾ മരിക്കുന്നു. नीचे इस प्रकार से लिखा है, आपके नाम के चलते हम प्रतिदिन मरने की अवस्था में गुजर रहे हैं. We are considered as sheep to be slaughtered. हम उस भेड़ों के समान हैं जिसका कत्ल किया जा रहा In है. all these things I am more than conqueror. इन सारे चीजों में मैं उसके ऊपर विजय पाने की समान Through है. my Lord who loved me very much. जो परमेश्वर मुझसे प्रेम किया उसके द्वारा. Hallelujah. हालेलुया. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലെല്ലാം ഞാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. जिसने मुझसे प्रेम किया उसके द्वारा इन सारे बातों के ऊपर मैंने विजय प्राप्त എന്നെ किया. കേൾക്കുന്ന ദൈവദാസന്മാരെ, मेरे बात को सुनने वाला प्रभु का दासों, ആർക്കാണ് നമ്മെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിപ്പാൻ കഴിയുന്നത്? कौन हमें प्रभु का प्रेम से अलग कर सकता है. നമുക്കൊരു ജയം വെച്ചിട്ടുണ്ട്. क्योंकि हमारे लिए एक विजेता सामने रखा गया है. ഇതിലെല്ലാം നമ്മൾ ജയം പ്രാപിക്കും. എങ്ങനെ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം. इन सारे क्लेशों को, तकलीफों, मुश्किलों के ऊपर हम विजय प्राप्त करेंगे. कैसे? जो परमेश्वर हमसे प्रेम किया है. ഒറീസയിലെ വരിപ്പട എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ, ഹല്ലേലൂയ, മനോഹർപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ 35 വർഷക്കാലം ആദിവാസികളെ, കുഷ്ഠരോഗികളെ സേവിച്ചതിൻ്റെ ഫലമായിട്ട്, ഹല്ലേലൂയ, രാത്രിയിൽ ഒരു കൂട്ടം ആളുകൾ വാളും വടിയുമായി ദൈവദാസന്റെ അരികിലേക്ക് പാഞ്ഞെടുത്തു. उड़ीसा में जो ग्राहम से प्रभु का दास जो कुष्ठ लोगों के बीच में सेवा करता था, उसके चलते लोगों तलवार और बातों को पकड़कर उसके पास आए. ദൈവദാസന് അന്ന് ഒരു ഗസ്റ്റ് വന്നതുകൊണ്ട് ആ ഗസ്റ്റിന് തൻ്റെ റൂം കൊടുത്തിട്ട്
തൻ്റെ ജീപ്പിലേക്ക് ടാറ്റാ സുമോ ജീപ്പിൽ താൻ വിശ്രമിപ്പാൻ പോയി. उस दिन वो प्रभु का दास अपने घर में एक मेहमान आने का चलते अपना कमरा को उस मेहमान को देकर वो अपना पास जो गाड़ी था उस गाड़ी में आराम किया. ആ മക്കളായിരുന്ന തിമോത്തിയും ഫിലിപ്പും പപ്പയുടെ കൂടെ ഹല്ലേലൂയ ആ ജീപ്പിലേക്ക് പോയി. उनके बेटे तिमोथी और फिलिप दोनों पप्पा के साथ उस गाड़ी में आराम किए. രാത്രിയായപ്പോൾ ഹല്ലേലൂയ അവർ വന്നു. जब रात हुआ सताने वाले लोग पहुंचे. ജീപ്പിന്റെ കണ്ണാടി പൊട്ടിച്ച് ശൂലം കൊണ്ട് ദൈവദാസന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. उन लोग हालेलुया उस गाड़ी की उस आयना को तोड़ते हुए भाला को उनके शरीर में वो लोग घुसाए थे. ഒരുപക്ഷെ അത് ഞാൻ ചിന്തിക്കുന്നതാണ്. ഒരുപക്ഷെ ആ ദേവദാസൻ പറഞ്ഞു കാണും, യേശു हो सकता പറയുന്ന होगा ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആരെ തിരയുന്നു? हो सकता होगा मैं ऐसे विचार करता हूं उस समय परमेश्वर ऐसे वो प्रभु का दास ऐसे सोचा होगा कि आप किसको ढूंढ रहे हैं. ഞങ്ങൾ നസറയനായ യേശുവിനെ ആദരയുന്നത്. हम नसरे प्रभु यीशु मसीह को ढूंढ रहे हैं. അത് ഞാനാ. उसने बोला होगा वो मैं हूं, അത് ഞാനാ. वो मैं हूं. അങ്ങനെയെങ്കിൽ ലെറ്റ് ദം ഗോ. अगर ऐसे है तो उनको छोड़ दो. മറ്റുള്ള എൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് അങ്ങനെയെങ്കിൽ എൻ്റെ ശിഷ്യന്മാർ പൊക്കോട്ടെ എന്നാ പറയാം. ऐसे यीशु ने बोला अगर ऐसे है तो मेरे चेले लोगों को छोड़ दे. ശിഷ്യന്മാർ ഓടിപ്പോയി. अपने चेले लोग वहां से भाग गए. നമ്മുടെ പ്രാണനാഥൻ ഒറ്റയ്ക്കായി. क्यों हमारा मसीहा अकेला बन गया. നിങ്ങൾ എന്നെയാണ് പറയുന്നെങ്കിൽ ഈ തിമോത്തി ഫിലിപ്പ് കൊച്ചു കുഞ്ഞുങ്ങളാ, അവർ പോകട്ടെ എന്ന് ഒരു പക്ഷേ ആ ദൈവദാസൻ പറഞ്ഞു കാണുമായിരിക്കും. हो सकता होगा वो प्रभु का दास ऐसे बोला होगा आप मुझको ढूंढ रहे तो मेरा ये 2 बच्चे को छोड़ दीजिए. വിട്ടില്ല. लेकिन उसने नहीं छोड़ा. ഒരുമിച്ച് അവരെ ഹല്ലേലൂയ ശൂലം കൊണ്ട് കുത്തിയതിനു ശേഷം एक साथ उन्होंने उस भाला से उनको मारे ആ ജീപ്പിന് തീയിടുവാനിടയായി. और उस गाड़ी में वो लोग आग जलाए. ആ തീജ്വാലയിൽ ദൈവദാസനും കുടുംബവും കത്തി അമർന്നു. उस पूरा परिवार उस आग की भट्टी में अपना प्राण दिए. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ ആർ വേർതിരിക്കും? परमेश्वर का प्रेम से हमें कौन अलग कर सकता है. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ ആർ വേർതിരിക്കും? परमेश्वर का प्रेम से कौन हमें अलग कर पाएगा. നമുക്കറിയാം 2008 ഒറീസയിൽ വർഗീയ ലഹള ആരംഭിക്കാനിടയായി. हम जानते हैं 2008 में एक और घटना ऐसे हुआ. അതെല്ലാവർക്കും അറിയാമായിരിക്കും. वो भी हम सब लोग जानते हैं. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പ്രത്യേകിച്ച് കന്തമാൽ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ ട്രൈബൽസ് അല്ലെങ്കിൽ മാസ് കൺവേർഷൻ ഉണ്ടാവാനിടയായി. അവർ കൂട്ടത്തോടെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി. क्यों ऐसे एक घटना हुआ अगर पूछेंगे तो उस समय वहां कंधमाल जो जिला है वहां आदिवासी लोग झुंड होकर प्रभु को स्वीकार कर रहे थे. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് പറഞ്ഞതുപോലെ ഇവരെ ഇപ്പോൾ ഇങ്ങനെ വിട്ടാൽ ഇവരെ വർദ്ധിച്ച് ഇവർ നമ്മെ പരാജയപ്പെടുത്തി നമ്മുടെ രാജ്യം കൈവശമാക്കും. जैसे फिरौन ने बताया अगर इनको ऐसे छोड़ देंगे तो ये लोग बड़े होकर हमको नुकसान करेंगे. ഇതേ കാര്യം തന്നെ ഇവിടെയും സംഭവിപ്പാനിടയായി. वहां ओडिशा में भी इसी प्रकार की एक घटना हुआ. ദൈവസഭയെ മുടിക്കുവാൻ അവർ പ്ലാൻ ചെയ്തു. पूरा परमेश्वर की कलीसिया को नाश करने के लिए उन लोगों ने योजना बनाई. 2008 ഓഗസ്റ്റ് മാസം 23-ാം തീയതി 2008 अगस्त महीना 3 तारीख को ഒരു ഞായറാഴ്ച ദിവസം एक इतवार के दिन था. അവർ 2000 പേര് വെച്ച് ഓരോ ഗ്രൂപ്പ് കൂടി വടിയും വാളും പെട്രോളും ബോംബുമായി അല്ലെങ്കിൽ ചർച്ചുകളിലേക്ക് ഇടിച്ചു കയറി. उन लोग 2-2 की झुंड बनाकर एक कलीसिया में तलवार लाठी और बॉम्ब सब चीजों को पकड़कर एक कलीसिया में घुसने लगे. വിശ്വാസികൾ ചിതറി ഓടി. विश्वासी लोग वहां से छिन पिन होकर भागने लगे. അവരുടെ കന്നുകാലികളെ കൊന്നുതള്ളി. उनकी लोगों को लोग मारने लगे. അവരുടെ പാടങ്ങൾ തീക്കരയായി. उनकी जमीन बाड़ी सब में आग जलाए. അവർ വനാന്തരങ്ങളിലേക്ക് ഓടി. उन लोग जंगल की ओर दौड़ने लगे. എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്ററിന്റെ കാര്യം പറയാൻ പോവുക. मेरा एक दोस्त जो प्रभु का दास है उसकी विषय में बताना चाह रहा हूँ. ഈ സംഭവത്തിന്റെ ഒരാഴ്ചയ്ക്ക് മുമ്പ് इस घटना से ठीक 1 सप्ताह पहले ഞാൻ ആ ചർച്ചിൽ ദൈവവചനം സംസാരിക്കാനായിട്ട് मैं उस कलीसिया में प्रभु का वचन संदेश देने के लिए गया. ഏതാണ്ട് 200ഓളം വിശ്വാസികളുള്ള ആ സഭ, लगभग 200 से अधिक विश्वासी लोग इकट्ठा होने वाला कलीसिया ആ है. ദൈവദാസൻ
ഹല്ലേലൂയ. ദൂരത്തുനിന്ന് ആളുകൾ വരുന്നത് കണ്ടിട്ട് തൻ്റെ ആടുകളെ, തൻ്റെ വിശ്വാസികളെ ഹല്ലേലൂയ വനത്തിലേക്ക് പെട്ടെന്ന് പറഞ്ഞയച്ചു. और वो प्रभु का दास जब वहां सामने से जब वहां से ये झुंड के लोग सताने के लिए आ रहे हैं, जब उसको देखा अपना विश्वासी लोग को जंगल की ओर दौड़ने के लिए कहा. ഹല്ലേലൂയ. തൻ്റെ ഭാര്യയും തൻ്റെ പൊടിക്കുഞ്ഞുങ്ങളും ഹല്ലേലൂയ പോയില്ല. अपना पत्नी और बच्चे उन लोग वहां से भागे नहीं थे. അദ്ദേഹം നിർബന്ധിച്ചു പെട്ടെന്ന് ഓടിക്കോ, കാരണം ഹല്ലേലൂയ ശത്രു സൈന്യം അടുത്തു കഴിഞ്ഞു. और प्रभु का दास ने सभी विश्वासी लोग को बताया, आप यहाँ से जल्दी निकल जाइए क्योंकि वो लोग आ रहे हैं. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ ചെന്നായ്ക്കളുടെ കൂട്ടത്തിൽ പെട്ടതുപോലെ ദൈവദാസനെ അവർ പിടിച്ചു. वैसे कुछ समय के अंदर जैसे हालेलुया उन लोगों के बीच में पास्टर फंस रहा था. ഇടയനെ വെട്ടി ആടുകൾ ചിതറിപ്പോയി. जैसे चरवाहों को खत्म करते हुए वो भेड़ को निकालने का सामान. അദ്ദേഹത്തോട് ചോദിച്ചു, യേശുവിനെ നീ തള്ളി പറയുമോ? उसको ये सवाल पूछा, क्या आप प्रभु को इनकार करेंगे? ഇല്ല, ഞാൻ തള്ളി പറയത്തില്ല. उसने बोला, मैं इनकार नहीं करूंगा. For the last several years he has been so good to me. कि पिछले कई साल तक उसने मेरे लिए अच्छे कामों किया है. ഞാൻ അവനെ തള്ളി പറയത്തില്ല. मैं उसको कभी नहीं छोड़ूंगा. കൈയിന്റെ ഈ ഷോൾഡർ വെച്ച് വലത്തെ കൈ വെട്ടി മാറ്റി. उनके तलवार से उसकी इस तरफ की हाथ को काट के निकल दिए थे. വീണ്ടും ചോദിച്ചു, നീ ഹല്ലേലൂയ യേശുവിനെ തള്ളി പറയൂ? फिर से उस प्रभु का दास को पूछे, क्या आप प्रभु को इनकार करेंगे? ഞാൻ തള്ളി പറയത്തില്ല. उसने बोला, मैं प्रभु को इनकार नहीं करूंगा. രണ്ടാമത്തെ കൈയും വെട്ടി. दूसरा हाथ को भी काट दिए थे. ബോധം നഷ്ടപ്പെട്ടവനായി രക്തത്തിൽ കുളിച്ച് താഴെ കിടന്നു. उसका होश निकल गया और उसने बेहोश होकर नीचे जमीन की ओर गिर पड़ा. ഹല്ലേലൂയ. हालेलुया. I have decided to follow Jesus. I have decided to follow Jesus. No turning back. No turning back. No turning back. No turning back. The world behind me, the cross before me. The world behind me, the cross before me. No turning back. No turning back. No turning back. No turning back. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ ആർ വേർപിരിക്കും? परमेश्वर का प्रेम से कौन मुझे अलग कर पाएगा? അപ്പോസ്തലനായ പൗലോസ് യെരുശലേമിലേക്കുള്ള യാത്രയിൽ जब पौलुस यरूशलेम की ओर जब सफर कर रहा था, മെലത്തോസ് പട്ടണത്തിലെത്തി. वो मिलतोस करके गांव में वो पहुंचा. അപ്പോൾ തനിക്കൊരു ചിന്തയുണ്ടായി, എഫേസസിലെ മൂപ്പന്മാരെ വരുത്തി ചില കാര്യങ്ങൾ പറയണം. और उसने एक योजना आया कि एफेसस से जो दास लोग हैं उन्हें बुलाकर कुछ बात को मैं बताऊंगा. അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കണ്ണുനീരോടും താഴ്മയോടും നിങ്ങളോട് സുവിശേഷം അറിയിച്ചു എന്നുള്ളതായ ഹല്ലേലൂയ ദുഃഖവാർത്ത അവരെ അറിയിപ്പാനിടയായി. और उनको ये बताया, मैं बड़े दुख और बड़े कष्ट उठाकर मैं आपको ये കർത്താവിന്റെ വേല എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അവരെ പ്രബോധിപ്പിക്കുവാനിടയായി. और वहां आकर परमेश्वर के बारे में उन्हें प्रोत्साहन करने लगा. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം നമ്മൾ 22 മുതൽ വായിക്കുമ്പോൾ हम लोग जब प्रेरित उसकी 7वां अध्याय उसकी 20 से आगे की पद की ओर जब हम ഇത് പറഞ്ഞതിന് ശേഷം ഹല്ലേലൂയ 22-ൽ വായിക്കുന്നത്, ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ യെരൂശലേമിലേക്ക് പോകുന്നു. और उसके नीचे 28 में से लिखा है, मैं आत्मा में बंधन होकर मैं यरूशलेम की ओर गया. ഹല്ലേലൂയ. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. क्योंकि मेरे लिए वहां बंधन और कष्ट मुसीबत मेरे लिए वहां इंतजार कर रहा ആരാ है. പറയുന്നത്? ये कौन बता रहा है? പരിശുദ്ധാത്മാവാ പറയുന്നത്. पवित्र आत्मा उसके द्वारा बोल रहा है. പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷി പറയുകയാണ്. पवित्र आत्मा गांव जाकर उसके लिए गवाही बता रहा है. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു. मेरे लिए दुख मुसीबत और क्लेश मेरे लिए इंतजार പക്ഷേ कर रहा है. എനിക്കറിഞ്ഞൂടെ അവിടെ എന്ത് സംഭവിക്കുമെന്ന്. मुझे ये पता
पता नहीं है कि वो मेरे लिए वहां क्या होगा। എങ്കിലും nevertheless I do not count my life as precious. लेकिन मैं मेरे जीवन को उत्तम करके सोचता नहीं। By all means I want to fulfill the ministry that God has entrusted upon me. किसी भी प्रकार में परमेश्वर जो काम मेरे लिए सौंपा है उसको मैं पूरा करना चाहता For हूँ। me to live is Christ. मैं प्रभु के लिए जीना है, For me to die is gain. मरना लाभ है। Hallelujah. हालेलुया, Hallelujah. हालेलुया। അതുകൊണ്ട് എഫേസ്യ മൂപ്പന്മാരെ നിങ്ങൾ ഇനി എൻ്റെ മുഖം കാണത്തില്ല. इसीलिए उसने कहा एफेसिये में जो पददार लोग हैं, आप लोग मेरे चेहरे को देख नहीं മിഷൻ पाएंगे। പൂർത്തീകരിക്കണമെങ്കിൽ വില കൊടുക്കണം. अगर आप अपना सेवकाई को खत्म करना है तो आपको कीमत चुकाना पड़ेगा। ദൈവം ഒരു മിഷൻ തരാത്ത ഒരു ദൈവദാസന്മാരുടെ കാണത്തില്ലെന്നാ എൻ്റെ വിശ്വാസം. अगर परमेश्वर दर्शन नहीं दिया है तो यहाँ कोई भी प्रभु का दास उपस्थित नहीं हो അത് सकता है। പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. उसको पूरा करना आपका और मेरे യേശു जिम्मेदार है। കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, സ്വർഗത്തിനും ഭൂമിക്കും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടു. यीशु ने ये कहा, स्वर्ग और पृथ्वी की सारे अधिकार मुझे दिया गया है। അതുകൊണ്ട് പോകുവിൻ, സകലരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുക. इसीलिए सारे जातियों के पास जाकर पिता, पुत्र और पवित्र आत्मा का नाम से बपतिस्मा दो। സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളു. सारे जातियों को मेरे चेले बनाओ। ഇതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന മിഷൻ. ये जो मिशन है, सेवकाई, जिम्मेदार प्रभु ने आपको मुझको दिया है। ഇത് ഹല്ലേലൂയ. ഒന്ന് പത്രോസിന്റെ അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പഠിക്കുമ്പോൾ जब हम प्रेरित को पढ़ेंगे, യേശു കർത്താവ് പറയുന്നുണ്ട്, यीशु ये कहा, നിങ്ങൾ പിതാവിനോട് കേട്ട വാഗ്ദത്തം പ്രാപിപ്പാൻ യെരൂശലേമിലായിരിക്കണം. जो पिता से आपने जो वायदा को सुना है उसको प्राप्त करने के लिए आप यहाँ यरूशलेम में बाट जोना है। പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. पवित्र आत्मा की सामर्थ आपके ऊपर उतरेगा। പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ വരുമ്പോൾ നിങ്ങൾ യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ जब സാക്ഷികളായി पवित्र തീരും. आत्मा की सामर्थ आपके अंदर उतरेगा, आप यहूदिया, समारिया, सारे जहां में मेरे गवाही बनेंगे। നമ്മൾ സാക്ഷികളാ. हम गवाह लोग हैं। യേശു കർത്താവിനെ ഉയർത്തേണ്ട സാക്ഷികൾ. यीशु को ऊंचा उठाने वाला गवाह है। ഒരു ദിവസം യേശു കർത്താവ് അനന്യാസിനോട് സംസാരിച്ചു. एक बार प्रभु यीशु अनन्यास से बात किया। അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ ഇത് കാണാം. प्रेरित उसका 9वां अध्याय में हम देख सकते हैं। അനന്യാസെ നീ അല്ലെങ്കിൽ തെരുവീതിയിലുള്ള യൂദയുടെ വീട്ടിലോട്ടൊന്ന് പോണം. उसको अनन्यास को परमेश्वर की आत्मा ने ये बताया कि तू फलाना व्यक्ति का घर में जाना है। തർസോസുകാരനായ ശൗൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. वहां तरसुस गांव से साउल प्रार्थना कर रहा है। അനന്യാസ് ആകപ്പാടെ വരണ്ടുപോയി. अनन्यास पूरा घबराने लगा। കർത്താവേ, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. परमेश्वर, मैं उस व्यक्ति का बारे में सुना हूं। യെരൂശലേമിൽ നിന്റെ ഭക്തന്മാർക്ക് എത്ര കഷ്ടം വരുത്തിയ ആളാ. यरूशलेम में आपके दास लोग को सताने वाला कितना क्लेश में उसने डाला है। മഹാപുരോഹിതന്റെ കത്ത് പുള്ളിയുടെയിലുണ്ട്. महायाजक का चिट्ठी भी उसके हाथ में है। ഡെമസ്കോസിൽ വന്നിരിക്കുക. वो दमास्कस पर आया है। ഇവിടെ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന വിശുദ്ധന്മാരെ പിടിച്ചു കെട്ടുക. यहाँ जो पवित्र लोग आपके नाम पर विश्वास करते हैं उनको बंदगी में डालने के लिए आया है। യേശു കർത്താവ് പറഞ്ഞു, നീ പോ. परमेश्वर की आत्मा ने बोला, तू जाओ। അവനെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം. उसको मैंने चुना हुआ एक पात्र है। ഹല്ലേലൂയ. ജാതികൾക്കും അവരുടെ രാജാക്കന്മാർക്കും जो प्रभु को नहीं जानते उनके लिए और उनके राजाओं को, ഇസ്രായേൽ ജനത്തിനും മധ്യേ इस्राएल के बीच में എന്റെ നാമം വഹിക്കുവാൻ मेरे नाम को उठाकर ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രം. उठाने के लिए मैंने चुना हुआ एक पात्र है। എനിക്ക് 16-ാം വാക്യമാണ് ഒത്തിരി ഇഷ്ടം. उसके बाद जो उसका 16वां आयत में बहुत पसंद करता हूं। അതിനുശേഷം അനന്യാസോട് പറയുന്നു, उसके बाद अनन्यास को ऐसे कहा, ഹല്ലേലൂയ, എന്റെ നാമത്തിനു വേണ്ടി मेरे नाम के लिए അവൻ എന്തെല്ലാം കഷ്ടങ്ങൾ वो സഹിക്കണമെന്ന് क्या क्या दुख उठाना है ഞാൻ അവന് കാണിച്ചു കൊടുക്കും. मैं उसको दिखाया है। അപ്പൊ മിഷൻ പൂർത്തീകരിക്കണമെങ്കിൽ ഹല്ലേലൂയ ചില കഷ്ടങ്ങളിൽ കൂടി നീ കടന്നു പോകണം. ऐसे तो अगर आपको अपना सेवकाई को पूरा करना है, मिशन को पूरा करना है तो कुछ क्लेशों को आपको सामना करना पड़ेगा। ഞാൻ ഒറീസയിൽ എത്തി മിനിസ്ട്രി തുടങ്ങിയപ്പോൾ जब मैं ओडिशा में पहुंचकर मेरे सेवकाई को मैंने शुरू किया, ആദ്യ സമയങ്ങളിൽ ഇങ്ങനെ അന്ന് വാഹനമൊന്നുമില്ല, വൈകിട്ടുള്ള ബസ്സിൽ കയറും, പ്രഭാതമാകുമ്പോൾ എവിടെങ്കിലും ഗ്രാമത്തിൽ ചെന്നിറങ്ങും.
उस समय गाड़ी नहीं था तो बस में चढ़ता हूँ शाम को और सुबह कहीं किसी गांव में जाकर पहुंचता हूँ. ഇറങ്ങുന്നവിടത്തു നിന്ന് ഒരു 15 കിലോമീറ്റർ 20 കിലോമീറ്റർ വനത്തിൽ കൂടെ നടക്കും. और जहां मैं गाड़ी उतरता हूं वहां से 10-15 किलोमीटर जंगल के अंदर में सफर करता हूं. വഴിയില്ല. वहां रास्ता नहीं है. ഹല്ലേലൂയ. हालेलुया. മാർട്ടിൻ ലൂഥർ പറഞ്ഞുള്ള വഴി നടത്തുന്നവനെ മാത്രം അറിയാം. जैसे मार्टिन लूथर बताया, राजा बताया कि जो हमको रास्ता दिखाता है केवल वो ही जानता है. ഞാനിങ്ങനെ വനാന്തരങ്ങളിൽ കൂടെ നടക്കുക. ऐसे में जंगल के अंदर चलते जा रहा था. ഞാൻ ചോദിക്കും, കർത്താവേ എന്തിനാ എന്നെ ഈ വനത്തിൽ കൂടി ഇങ്ങനെ നടത്തുന്നേ? मैं परमेश्वर से ये सवाल पूछता था कि प्रभु आप क्यों मुझे ऐसे वाला मार्ग में चला रहे हैं. എനിക്കൊന്നും കാണാനൊന്നും ഞാനൊന്നും കാണുന്നില്ല. मैं यहाँ कुछ भी देख नहीं पा रहा हूँ. പിന്നെയും എഴുന്നേറ്റ് നടക്കും. फिर और आगे मैं चलते जाता था. അങ്ങനെ ഞാൻ ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ वैसे मैं जब एक गांव में मैं पहुंचा, കാലത്ത് നടന്ന് വൈകിട്ട് 4 മണിയായപ്പോൾ ആ ഗ്രാമത്തിൽ मैं सुबह पैदल शुरू किया था, शाम 4 बजे मैं उस गांव में पहुंचा. എന്റെ കൂടെ ഒരു ബൈസ്കൂൾ സ്റ്റുഡന്റും ഉണ്ട്. मेरा साथ ये बाइबल कॉलेज में पढ़ा हुआ एक व्यक्ति है. അവിടെ ചെന്നപ്പോൾ ഏതാണ്ട് ഒരു 100ഓളം ആദിവാസികൾ കൂടിയിരിപ്പുണ്ട് മരത്തിന്റെ ചവിട്ടി. और जब हम लोग उस गांव में पहुंचे लगभग 100 आदिवासी लोग वहां एक पेड़ के नीचे इकट्ठा हुए थे. അവർ ഇച്ചിരി വെള്ളമൊക്കെ തന്നു. അതിനുശേഷം അപ്പോഴത്തേക്ക് സന്ധ്യയായി. ഞാൻ ഹല്ലേലൂയ ദൈവവചനം അവരോട് സംസാരിക്കാനിടയായി. मुझे पीने के लिए पानी दिए. तब तक देरी हो गया. फिर मैं प्रभु का वचन से बात करने लगा. ആ പ്രസംഗം ഏതാണ്ട് രാത്രി 9 മണി വരെ നീണ്ടു. और वो वचन लगभग रात 9 बजे तक वो चल रहा था. അപ്പോൾ ഈ മരത്തിന്റെ ചവിട്ടിലായതുകൊണ്ട് ഏതാണ്ട് 9 മണി ആയപ്പോൾ അല്ലെങ്കിൽ ചെറുതായിട്ട് ഈ ഫെൻസിങ് ഈ മരത്തിന്റെ വള്ളി എടുത്തിട്ട് ഫെൻസിങ് കെട്ടിയിട്ടുണ്ട്, വേലി കെട്ടിയിട്ടുണ്ട്. ആ വേലിയുടെ വെളിയിൽ ഒരു ടൈഗർ വന്ന് നിൽപ്പാനിടയായി. और जैसे वहां हम लोग प्रार्थना कर रहे थे, यहाँ इकट्ठा होकर वचन सुन रहे थे, और पेड़ की लकड़ी से जो लोग किनारे में कर रहे थे उससे बाहर एक ടൈഗർ പുലി बाघ, एक बाघ उस फेंस के बाहर खड़ा हुआ था. ഞാൻ കണ്ടില്ല. വിശ്വാസികൾ അവിടുത്തെ ആ ദൈവമക്കൾ അവർ വചനം കേൾക്കുന്നവർ കണ്ട് അവരാഹപ്പാടെ പരിഭ്രമിപ്പാനിടയായി. मैं उसकी ओर ध्यान नहीं दिया, लेकिन हमारा विश्वासी लोग जब उसको देखकर उन लोग घबराने लगे. അവർ എഴുന്നേറ്റപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സംഗതി അങ്ങനെ നിൽക്കുക. और जब उन लोग खड़ा होकर वहां से भागने लगे तब मैंने देखा वहां बाघ खड़ा है. ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞു. मैं उनको बोला आप यहाँ बैठ जाइए. അല്ല വീണ്ടും പ്രസംഗം തുടങ്ങി. मैं फिर मेरा प्रचार को मैंने शुरू किया. പിന്നെ പ്രസംഗത്തിന്റെ ശൈലം മാറി. കാരണമില്ലല്ലോ, അതവിടെ നിൽക്കുക. എത്ര പ്രസംഗിച്ചാലും ടെൻഷനാ. उसके बाद मेरा प्रचार की रीति बदल गया, क्योंकि जितना ज्यादा मैं प्रचार करूंगा वहां वो चीज खड़ा है. ഞാൻ मैं പെട്ടെന്ന് വല്ലച്ചാതി ഒരു 5-6 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്തു. मैं तुरंत 4-5 मिनट के अंदर मेरा प्रचार को खत्म कर दिया. എന്റെ പ്രസംഗം തീർന്നപ്പോൾ ആ ടൈഗർ പതുക്കെ അങ്ങ് നടന്നു. मेरा प्रचार जैसे खत्म हुआ वो बाघ वहां से चलने लगा. അതിനുശേഷം വിശ്വാസി അവിടുത്തെ ആ മനുഷ്യൻ എന്നോട് പറയുവാനിടയായി. उसके बाद वहां के लोग मुझसे ये कहने लगे, ദൈവാസനെ ഇത് മാസത്തിലൊരിക്കലും 2 മാസത്തിലൊരിക്കലും ഒക്കെ ഇങ്ങനെ കടുവ വരും. അപ്പൊ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആടുമാടുകളെ എന്തെങ്കിലും 2 മണത്തിനെ കൊന്ന് അല്ലെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ടാണ് പോകുന്ന പതിവെന്ന് പറയുവാൻ. और यहाँ वहाँ का लोग मेरे को ये कहने लगे, प्रभु का दास ये बाघ ऐसे हर महीना ऐसे आता है, हमारा जानवरों भेड़ बकरियों को पकड़ कर लेके चला जाता है. ഇത് നിങ്ങൾ ദൈവത്തിന്റെ ദാസൻ ആയതുകൊണ്ടായിരിക്കും ഇന്ന് അനങ്ങാതങ്ങ് പോയതെന്ന് പറഞ്ഞു. आज आप प्रभु का दास होने के नाते होगा ये बाघ हमको नुकसान नहीं पहुंचा. ഈ കാരണത്താൽ അവിടെ ഒരു സഭ ഉണ്ടാവാനിടയായി. उसके इस कारण के चलते वहाँ एक कलीसिया खड़ा हो गया. ആ ഗ്രാമം യേശുവിനെ കണ്ടുമുട്ടുവാനിടയായി. पूरा गांव परमेश्वर को जानने लगे. ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിന് നീ വില കൊടുത്തേ മതിയാവൂ. परमेश्वर का काम पूरा होना है तो आपको कीमत चुकाना पड़ेगा. ഹല്ലേലൂയ हालेलुया, ഹല്ലേലൂയ हालेलुया. പ്രൈസ് ദി ലോർഡ്. Praise the Lord. യേശു കർത്താവ് പറഞ്ഞു, എൻ്റെ ശുശ്രൂഷകൻ എന്നെ അനുഗമിക്കും. यीशु मसीह ये कहा, मेरे चेले मेरे पीछे चलेंगे. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകരും ഇരിക്കും. मैं जहां बैठूंगा मेरे चेले लोग बैठेंगे. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 24-25 വാക്യങ്ങളാണ് ഇത് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. यूहन्ना रचित सुसमाचार 12वां अध्याय उसकी 20 से आगे की पदों में हम देख सकते എന്നെ हैं. ശുശ്രൂഷിക്കുന്നവൻ എൻ്റെ പിതാവ് മാനിക്കും. जो मेरा सेवा करेगा मेरा पिता उसके आदर करेगा. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. मेरे प्रियो, परमेश्वर हमें आदर सम्मान करने वाला एक दिन നമ്മൾ है. ചെയ്യുന്നതെല്ലാം കുറിച്ചു വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. हमारा सारे कामों को लिख के रखा हुआ एक परमेश्वर हमारा है. അവൻ നമ്മെ മറന്നു പോകുന്ന ദൈവമല്ല. वो कभी हमें भूलेगा नहीं.
മരത്തിൻ്റെ ചുവട്ടിൽ അനേക രാത്രി ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. मैं कई रात मैंने पेड़ के नीचे मैंने बिताया. പൗലോസ് പറയുന്നു, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, അല്ലെങ്കിൽ കള്ള സഹോദരന്മാരുള്ള ആപത്ത്, അല്ലെങ്കിൽ അങ്ങനെ പല ആപത്തുകളെ കുറിച്ച് നമ്മൾ വായിച്ചത് അവിടെ. पौलुस उस अध्याय में हम ऐसे देख सकते हैं. पौलुस कहता है समुद्र के अंदर, जमीन में और जंगल के अंदर कई क्लेशों मैंने अनुभव किया है. ഇതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കത്തില്ല. लेकिन ये कुछ भी मुझे परमेश्वर का प्रेम से अलग नहीं कर सकता है. അതാണ് തന്റെ കൺവിഷൻ എന്ന് പറയുന്നത്. തന്റെ ഉറപ്പതാണ്. ഇതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ തന്നെ വേർപിരിക്കുകയല്ല. मेरा निश्चय ये है कि ये कुछ भी हमें प्रभु का प्रेम से अलग नहीं ഒരു कर ദിവസം सकता ഒരു है. ഗ്രാമത്തിൽ ഞാൻ ഹല്ലേലൂയ ദൈവവചനം സംസാരിച്ചിട്ട് ഇങ്ങനെ വരികയാ. एक बार मैं एक गांव में जाकर परमेश्वर को वचन को बांट कर मैं वापस आ रहा था. അന്ന് ബൈക്കും വാഹനമൊന്നും ഇല്ല. ഹല്ലേലൂയ നടന്നു വരിക. उस दिन गाड़ी दो चक्का गाड़ी नहीं था. मैं जाकर पैदल करके आ रहा था. 25 കിലോമീറ്റർ നടക്കണം. 25 किलोमीटर चल के जाना है पैदल. രാത്രി സന്ധ്യക്ക് അവിടെ ചെന്ന് അവിടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. और शाम को वहां पहुंच कर वहां का मीटिंग की तैयारी करना है. കാലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇങ്ങനെ നടക്കുക. और वहां सुबह मीटिंग शुरू होकर शाम खत्म हुआ, फिर वहां दोपहर को खत्म हुआ, वहां से पैदल वापस घर की ओर. നടന്ന് ഏകദേശം വൈകുന്നേരം വരെ നടന്ന് ക്ഷീണിപ്പാനിടയായി. चलते चलते शाम हो गया था, शरीर थकने लगा. മരത്തിന്റെ ചുവട്ടിലോട്ട് ഇരുന്നു. पेड़ के नीचे बैठे അവിടെ ഇങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇച്ചിരി ഇരിക്കുമ്പോൾ ഒരു ട്രക്ക് നിറയെ പാറ കയറ്റി അല്ലെങ്കിൽ ഒരു ട്രക്ക് ഇങ്ങനെ വരുന്നു. और ये जैसे वहां हम लोग आराम कर रहे थे, एक गाड़ी ट्रक भरकर पत्थर को लेके आ रहे थे. ഞങ്ങൾ കൈ കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ ഇങ്ങോട്ടൊക്കെ ഒന്ന് കയറ്റുമെന്ന് ചോദിച്ചു. हम उनको हाथ दिखाए, बोले हमको भी थोड़ा गाड़ी में चढ़ाइए. ആ പത്തറിന്റെ മോളിൽ വേണമെങ്കിൽ കയറിയിരിക്കാന്ന് പറഞ്ഞു. और उसने बोला चाहिए तो ये पत्थर का ऊपर चढ़कर बैठना है. മതിയെന്ന് പറഞ്ഞു. പത്തറിന്റെ മോളിൽ ഇരുന്നാൽ മതിയെന്ന് പറഞ്ഞു. हमने बोला ठीक है, वो काफी है करके उसके ऊपर चढ़े. അവിടെ ഇരിക്കാൻ അവർ അനുവദിച്ചു. हम वहां बैठने के लिए वो लोग अनुमति दिए. വീണ്ടും അതങ്ങ് ഏതാണ്ട് ഒരു 10-15 കിലോമീറ്ററോളം യാത്രയായി. और आगे 10-15 किलोमीटर और सफर शुरू किए. നേരം നല്ലതുപോലെ ഇരുട്ടി. और बिल्कुल रात हो गया था. അപ്പോൾ ഹല്ലേലൂയ ഇരുട്ടി കഴിഞ്ഞപ്പോൾ ഈ ട്രക്ക് റോഡിൽ ബ്രേക്ക് ഡൗൺ ആയി. और जैसे एकदम रात हो गया था, इंजोर नहीं रहा और ये ट्रक वहां गड़बड़ हो गया था. പിന്നെ അത് പോകില്ല. फिर गाड़ी आगे नहीं निकल पा रहा. രാത്രി ഒരു 8:30-9 മണിയോളമായി. रात लगभग 8:30-9 बज गया. ഞങ്ങളെ ഇറക്കി വിട്ടു. हमको वहां से उतरे. ഞാനും വേറെ സഹോദരനുണ്ട്. मैं और मेरा साथ एक और भाई है. ഒന്നും കാണാൻ വയ്യ. हम कुछ भी देख नहीं पा रहे हैं. ഞാൻ അന്നേരം ഇങ്ങനെ പറഞ്ഞു, കർത്താവേ ഇരുട്ടിനാലുള്ള ആപത്തൊന്നും പൗലോസ് എഴുതിയിട്ടില്ലല്ലേ. मैं तब प्रभु को बोला, प्रभु ये अंधकार की डर करके पौलुस नहीं लिखा है. അപ്പൊ അത് പറയാത്ത ഒരു കാര്യമാണോ ഇപ്പം തന്നേക്കുന്നത്. और जो क्लेश आपने उसको नहीं बताया वो आप मुझको दिया ഞങ്ങൾ है. നടക്കാൻ തുടങ്ങി. हम लोग चलने लगे, ഒന്നും കാണാൻ പറ്റില്ല. कुछ नहीं देख पा रहे കാരണം थे. രണ്ട് സൈഡും ഭയങ്കര തിക്ക് ഫോറസ്റ്റാ. क्योंकि दोनों तरफ एकदम जंगल है. വന്യമൃഗങ്ങൾ നിറഞ്ഞതായ वहाँ पूरा जंगल की जानवरों से भरा हुआ जंगल है. ഹല്ലേലൂയ. ഇങ്ങനെ തപ്പി 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 താപ്പി ഇങ്ങനെ റോഡിന്റെ സൈഡിൽ കൂടെ ഹല്ലേലൂയ हम നടക്കുവാനായി. धीरे 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 रेंगते गए. രാത്രി 2 മണി വരെയായി. हम रात 2 बज गए थे. രാത്രി 2 മണിയായപ്പോൾ ഒരു ചെറിയ കുടിലിൽ ഒരു പ്രകാശം കാണുവാനിടയായി. और रात जैसे 2 बज जाता, उस समय दूर में एक छोटा सा घर में एक लाइट को हम देखे. അങ്ങനെ വലിഞ്ഞ് എഴഞ്ഞെഴിഞ്ഞ് ഒന്നും കാണാൻ എഴഞ്ഞെഴിഞ്ഞ് ആ വെട്ടത്തിന്റെ അരികിലേക്ക്. और धीरे धीरे कुछ सामने कुछ भी नहीं दिखाई दे रहा है, ऐसे करके धीरे धीरे हम उस घर में पहुंचे. അവിടെ ചെന്ന് ഞങ്ങൾ അവിടെ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കിയപ്പോൾ ആ വീട്ടിലുള്ള ഉടയൻ വെളിയിലിറങ്ങി. जैसे हम लोग वहां जा पहुंच कर वहां ऐसे आवाज किए, तब घर की मालिक बाहर निकल कर आया. ഞങ്ങൾ പറയുവാനിടയായി ഞങ്ങൾ യേശു കർത്താവിന്റെ ഹല്ലേലൂയ ശിഷ്യന്മാരാണെന്ന് പറയുവാനിടയായി. मैं उनको ये बोला कि हम प्रभु का चेले लोग हैं. അദ്ദേഹം പെട്ടെന്ന് ഞങ്ങളെ അകത്തോട്ട് കയറ്റി. उसने तुरंत हमको घर के अंदर बुलाया. അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നു. वो एक विश्वासी था, ഒരു ആദിവാസി വിശ്വാസിയായിരുന്നു. एक आदिवासी विश्वासी था. ആ രാത്രി 2 മണിക്ക് ഞങ്ങൾക്ക് വെള്ളം ചൂടാക്കി കുളിക്കാൻ തന്നു. उस रात 2 बजे पानी को गर्म करके हमें दिया. സഹോദരി ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി. और हमको उनके बहन हमारे लिए भोजन बनाया. 4 മണിയായപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. 4 बजे सुबह, बोर 4 बजे हम लोग खाना खाए. നേരം വെളുത്ത് ഞങ്ങൾ അല്പമായി ഉറങ്ങി അവിടെ പ്രാർത്ഥിപ്പാനിടയായി. और जैसे सुबह हो गया था, हम थोड़ा समय वहाँ आराम किए. പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഒരു കുഞ്ഞുങ്ങളില്ലെന്ന് പറയാനിടയായി. और जैसे उठने के बाद हम लोग प्रार्थना किए, तब उस घर के मालिक बताया कि हमको संतान नहीं है. ഞാൻ പറഞ്ഞു ദൈവം സഹായിക്കുമെന്ന് പറഞ്ഞു. मैं उनको बोला परमेश्वर आपको सहायता करेगा. ഹല്ലേലൂയ അവരുടെ ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. मैंने उनकी इच्छा के अनुसार उनकी चाहत के लिए प्रार्थना किया. പിന്നെ ഞാൻ അവിടെ ചെന്നത് ആ വീട്ടിൽ ഞാൻ തിരക്കി പിടിച്ച് ചെന്നത് 2 വർഷം കഴിയുമ്പോഴാണ്. उसके बाद उस घर को ढूंढ कर मैंने 2 साल के बाद गया.
അപ്പോൾ ഹല്ലേലൂയ ഒരു മകൻ അവർക്കുണ്ട്. उस समय वहाँ एक बेटा था. ഹല്ലേലൂയ. അതിനുശേഷം 2-3 കുഞ്ഞുങ്ങളായി. उसके बाद 1 से वो 3 में बदल गया. എൻ്റെ ദൈവദാസന്മാരെ, ദൈവം നമ്മെ മറക്കുന്ന ദൈവമല്ല. मेरे प्रिय प्रभु का दासों, परमेश्वर हमको भूलता नहीं है. അവൻ നമ്മെ ഒരിക്കലും മറന്നു വന്ന वो ദൈവം. कभी भी हमें त्यागता नहीं है. നമ്മുടെ പ്രവർത്തികൾ എന്തെന്ന് അവൻ അറിയുന്നു. हमारा काम क्या है वो जानता है. അവൻ നമ്മെ അറിയുന്നു. वो हमें जानता है. അവൻ തനിക്കുള്ളവനെ അറിയുന്നു. वो अपने बेड़ों को जानता है അവൻ അവരെ മേച്ചിൽപ്പുറങ്ങളിലേക്ക് നടത്തുന്നു. और उन्हें हरे भरे जहां में वो उनको चलाता है അവൻ അവരെ പേർ ചൊല്ലി വിളിക്കും. और उन्हें नाम लेकर वो बुलाता है. അവൻ നമ്മെ പേർ ചൊല്ലി വിളിക്കുന്ന ദൈവം. हमें नाम लेकर बुलाने वाला परमेश्वर है. ഹല്ലേലൂയ. ഒറീസയിലല്ല എവിടെയായാലും കർത്താവ് അയച്ചാൽ അവിടെ നടത്തുവാൻ ദൈവം വിശ്വസ്തനാ. उड़ीसा में परमेश्वर कहीं भी मुझे भेजा है तो वहां वो हमें चलाने के लिए विश्वास योग्य है, കാരണം അവൻ ഏലിയാവിന്റെ ദൈവമാണ്. क्योंकि वो एलिया के परमेश्वर എന്റെ है. സമയം തീർന്നുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തട്ടെ. मेरा समय तो इसलिए मैं यहाँ खत्म करना चाह रहा വില കൊടുത്തതിന്റെ ഫലമായി അവിടെ സഭകൾ ഉണ്ടാകുവാനിടയായി. हूँ. मैं कीमत चुकाया, उसीलिए वहाँ कलीसिया को परमेश्वर खड़ा किया. ശൂന്യതയിൽ നിന്ന് ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തുടങ്ങി 250 പേര് 300 പേരുള്ള സഭകൾ അവിടെ ഉണ്ടാകുവാനിടയായി. शून्य से मैंने काम ने शुरू किया और आज 200-300 लोग इकट्ठा होने वाला कलीसिया को खड़ा करने के लिए परमेश्वर सहायता किया. ആരാധിക്കാൻ സ്ഥലമില്ല എന്നിടത്ത് ദൈവത്തിന്റെ കൃപയാൽ 11 ചർച്ച് ഹാളുകൾ വെക്കുവാൻ ദൈവം സഹായിച്ചു. जमीन कुछ भी नहीं है, फिर भी हम आराधना शुरू किए, प्रभु का काम शुरू किए. आज 11 कलीसिया बनाने के लिए, स्थापना करने के लिए प्रभु 2 ചർച്ചിന്റെ പണി ഇപ്പോഴും നടക്കുകയാണ്. अभी भी 2 कलीसिया की काम, बिल्डिंग का काम चल रहा ദൈവം है. വിശ്വസ്തനായി നിൽക്കുന്നു. परमेश्वर विश्वास योग्य है. ഹല്ലേലൂയ. നീ അവിശ്വസ്തനായി തീർന്നാലും आप अविश्वास करेंगे तो भी വിശ്വസ്തന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കും. वो विश्वास योग्य लोग को खड़ा അവന്റെ സഭയെ करेगा, അവൻ പണിയും. वो कलीसिया को बनाएगा. ഹല്ലേലൂയ. हालेलुया. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. परमेश्वर को मैं धन्यवाद करता हूँ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. हमें स्मरण करते हुए प्रार्थना करिए. ഒറീസയിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ओडिशा की सेवकाई को स्मरण करते हुए प्रार्थना ഒത്തിരി करिए. ഒത്തിരി പ്രയാസങ്ങൾ അവിടെ ഉണ്ട്. वहाँ कई प्रकार की दुख समस्या है. അതിന് നടുവിൽ ദൈവം നിർത്തുവാനും ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതം പൂർത്തീകരിക്കാനും ദൈവം സഹായിക്കേണ്ടതിന് ദൈവദാസന്മാരുടെ പ്രാർത്ഥന उन ചോദിച്ചുകൊണ്ട് सारे क्लेशों के बीच में प्रभु के लिए खड़ा होकर उसकी सेवा को पूरा करने के लिए प्रार्थना को मांगते हुए मैं बैठना चाहूंगा. കൗൺസിലിനോട് നന്ദി അറിയിക്കും. पावर विजन सामने में धन्यवाद करता हूँ. പ്രൈസ് ദി ലോർഡ്. അനേക മിഷണറിമാരും ദൈവദാസന്മാരും രക്തസാക്ഷികളായി തീർന്ന ഒറീസയുടെ മണ്ണിൽ കർത്താവിൻ്റെ പേരുള്ള ബന്ധത്തിൽ കർത്താവ് ശക്തമായി കർത്താവിൻ്റെ ദാസനെ ഉപയോഗിച്ചത് നാം കേട്ടല്ലോ. അദ്ദേഹത്തിൻ്റെ വലിയ സാക്ഷ്യം, ദൈവവചനങ്ങളൊക്കെ നാം കേൾക്കുവാനിടയായി. കർത്താവിൻ്റെ ദാസനെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഓർത്ത് ചേർന്ന് ദൈവത്തിനൊന്ന് മഹത്വം അർപ്പിച്ചാട്ട്. ഹല്ലേലൂയ. തുടർന്ന് പ്രിയ പാസ്റ്റർ ഫിലിപ്പ് എബ്രഹാം നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ വചനം ശുശ്രൂഷിക്കും. കണ്ണമ്പള്ളി സഭയുടെ ശുശ്രൂഷകനാണ് അദ്ദേഹം. നമുക്ക് ഏവർക്കും അദ്ദേഹം സുപരിചിതനാണ്. കർത്താവിൻ്റെ ദാസനെ തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. Praise the Lord. Hallelujah. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗങ്ങൾ, ബഹുമാനീയമായ എല്ലാ ദൈവദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും, വിശേഷാൽ ഈ ഓൺലൈൻ മീഡിയയിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ചൊല്ലുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശവും അനുഭവ സാക്ഷ്യവും നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെയും ഇന്നുമായൊക്കെ ഈ മിഷണറി ചലഞ്ച് എന്ന ഈ മീറ്റിങ്ങിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരുടെ സാക്ഷ്യങ്ങൾ നമ്മെ ശുശ്രൂഷയിൽ ഒന്നും കൂടെ ഉത്തേജിപ്പിക്കേണ്ടതിന് അവർ നൽകി തന്ന ആത്മീക ദൂതുകൾ തീർച്ചയായും നമുക്കത് അനുഗ്രഹമായിട്ടുണ്ട്. കർത്താവിന്റെ ദാസന്മാരെയും ശുശ്രൂഷകളെയും ദൈവം ആദരിക്കട്ടെ. അല്പനിമിഷങ്ങൾ നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനവുമായി അടുത്തു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. ഇങ്ങനൊരു അവസരം നൽകിയ ബഹുമാനപ്പെട്ട കൗൺസിലിന് നന്ദി പറഞ്ഞുകൊണ്ട്
പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ നൽകിയ ഒരാത്മീക ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്കറിയാം, മിഷണറി എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു ദൗത്യം ഏറ്റെടുക്കുന്ന വ്യക്തി ആണ്. ഒരു സംഘടനയുടേതോ അത് മതപരമോ സാമൂഹ്യപരമായോ ഏതൊരു കാര്യത്തിന് വേണ്ടിയും ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന വ്യക്തിയാണ്, ആ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് മിഷണറി എന്ന് പറയുന്നത്. ആത്മീക ലോകത്തിൽ മാത്രമല്ല, മിഷൻ ദൗത്യങ്ങൾ എന്ന വിഷയം നാം പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും സുവിദിതമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അനുവദിച്ച് നടത്തപ്പെട്ടതുണ്ട്. നമുക്കറിയാം, ശിരൂരിൽ ഗംഗാവലിപ്പുഴയിൽ ആ സമയത്ത് മണ്ണിടിച്ചിലുണ്ടായപ്പോൾ നാം ഇതുവരെ കേട്ടിട്ടില്ലാത്ത, നാം ഒരുപക്ഷെ കണ്ടിട്ടില്ലാത്ത അർജുൻ, ആ പ്രിയപ്പെട്ട സഹോദരൻ ആ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ നിമിഷങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ കൂടെ നാം അത് കേൾക്കുവാൻ തുടങ്ങി. നമ്മിൽ ആരോ ഒരാളെ പോലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അറിയുവാൻ ഓരോ നിമിഷവും നാം എല്ലാവരും ശ്രദ്ധയോടെയായിരുന്നു. നീണ്ട 70-ലധികം ദിവസങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി തിരച്ചിൽ നടത്തുകയാണ്. ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ എന്തിനാ ഇങ്ങനെ വെറുതെ കാശ് കളയുന്നേ, ആള് പോയില്ലേ, പിന്നെ എന്തിനാ വെറുതെ കാശ് കളയുന്നേ എന്ന് ചിന്തിച്ചിട്ടുണ്ട് നാം എല്ലാം. എന്നാൽ അങ്ങനെ തള്ളിക്കളയാനാകാത്ത, അങ്ങനെ അദ്ദേഹത്തെ ഉപേക്ഷിക്കാൻ കഴിയാത്ത വ്യക്തികൾ നമ്മുടെ സർക്കാർ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ മുടക്കി ആ ദൗത്യം മുമ്പോട്ട് പോവുകയാണ്. പ്രതിസന്ധികൾ ഒത്തിരി ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ പ്രതിസന്ധികൾ കണ്ടോ മറ്റേതെങ്കിലും വിഷയ നിമിത്തമോ പിന്മാറാതെ ആ ദൗത്യത്തിന് വേണ്ടി നിന്നപ്പോൾ, ഒരുപക്ഷെ ജീവനോട് അദ്ദേഹത്തെ കിട്ടിയില്ല എന്നത് ശരിയാണെങ്കിലും അർജുൻ്റെ ലോറി കണ്ടു, അർജുനെ ലഭിച്ചു എന്ന് കേട്ടപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ട ആരോ ലഭിച്ച ഒരു സന്തോഷം. അപ്പോ മിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിസന്ധികളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും, വേദനകളൊക്കെ ഒത്തിരി ഉണ്ടെങ്കിലും അതിനെ ഒന്നും വകവെക്കാതെ എന്തൊന്നിന് വേണ്ടി കാലെടുത്ത് വെച്ചോ അതിനെ പൂർത്തീകരിക്കുക എന്നതാണ് മിഷൻ. ആമേൻ. നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ തൊട്ടടുത്ത എലന്തൂരിൽ, നരബലിയുടെ കാര്യമല്ല, 1968 ഫെബ്രുവരി മാസം 7-ാം തീയതി ഹിമാചൽ പ്രദേശിലെ റോങ്താങ് എന്ന ചുരത്തിൽ വിമാന അപകടം ഉണ്ടായി. അവിടെ വെച്ചുണ്ടായ വിമാന അപകടത്തിൽ കുറെ പേർ കൊല്ലപ്പെട്ടു, ഒത്തിരി പേരെ കാണാതെയായി. എന്നാൽ നീണ്ട 56 വർഷത്തിന് ശേഷം തോമസ് ചെറിയാൻ എന്ന പ്രിയപ്പെട്ടവനെ അദ്ദേഹത്തിന് മൃതദേഹം ലഭിച്ചു. അതിനെക്കുറിച്ച് വാർത്താ മാധ്യമങ്ങൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയത്: ഒത്തിരി വർഷങ്ങളായി ഈ ദൗത്യം അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 56 വർഷം കഴിഞ്ഞപ്പോഴാണ് തോമസ് ചെറിയാൻ എന്നൊരു വ്യക്തിയെ അദ്ദേഹത്തിന് മൃതദേഹം ലഭിച്ചത്. 2005, 2006, 2019, 13-19 വർഷങ്ങളിൽ ദ്രോഹ സ്കൗട്ട് എന്ന പേരിലുള്ള സ്കൗട്ട് സംഘം തിരച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനിതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഇങ്ങനെയാണ് മനസ്സിലായത്: ഒത്തിരി പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. അപകട സ്ഥലത്തെ ഭയാനകമായ സാഹചര്യങ്ങൾ, അവിടുത്തെ ഭൂപ്രകൃതിയുടെ മാറ്റങ്ങൾ, തണുപ്പ്, ഹിമപാതം, ഇതെല്ലാം ദൗത്യത്തെ ഇടയ്ക്ക് വെച്ച് നിർത്തത്തക്ക വിധത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സ്കൗട്ട് രൂപീകരിച്ചത്, ആ മിഷൻ അവർ ഏറ്റെടുത്തത് അല്പം പോലും മാറി നിൽക്കാതെ നീണ്ട 56 വർഷത്തിന് ശേഷം തോമസ് ചെറിയാൻ എന്ന പ്രിയപ്പെട്ടവന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തി ഇവിടെ ഇലന്തൂരിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു. ഞാൻ എന്താ പറഞ്ഞേ? എന്താണ് മിഷൻ? ഈ ലോകത്തിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഏതൊരു കാര്യത്തിന് വേണ്ടി ദൗത്യമേൽപ്പിക്കപ്പെട്ടോ പ്രതിസന്ധികൾ വകവെക്കാതെ, വേദനകൾ വകവെക്കാതെ, മറ്റൊന്നും തടസ്സമായി തീരാതെ, സകല പ്രതികൂലങ്ങളെയും അവഗണിച്ച് ജീവനെ പോലും പ്രണവൽക്കരിച്ചുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പൂർത്തീകരിക്കുക, അതാണ് ഒരു മിഷണറിയുടെ ദൗത്യമെങ്കിൽ ജീവനില്ല എന്ന് ഉറപ്പായിട്ടും, മരിച്ചുപോയി എന്ന് ഉറപ്പായിട്ടും, അർജുന് വേണ്ടിയും
തോമസ് ചെറിയാന് വേണ്ടിയും ഒരു കൂട്ടം ആളുകൾ ദൗത്യം പൂർത്തീകരിക്കാൻ തയ്യാറായെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയി, അവൻ മരിച്ചുപോയി എന്ന് കാണുന്ന ചിലതിനെ ആത്മാവിൽ തിരിച്ചു പിടിക്കേണ്ടതിന് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള നിത്യജീവൻ അവർക്ക് നൽകി കൊടുക്കേണ്ടതിനായി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക ദൗത്യം എത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ അഭിഷക്തന്മാർക്ക് കഴിയുമെങ്കിൽ ഇന്ന് മകൻ ഒരുമിച്ച് കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. സ്വർഗം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വലുതാണ്. അത് വർഷങ്ങൾ പഴകിയാലും പ്രതീക്ഷകൾ മുഴുവൻ അസ്തമിച്ചാലും ആ ദൗത്യത്തിന് വേണ്ടി നാം തയ്യാറാകണം. വേഗത്തിൽ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം യേശു കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ചൊന്നും ഇന്ന് പകൽ വിശദമായി പറയേണ്ട ആവശ്യമില്ല, അതിനുള്ള സമയമില്ല. മാത്രമല്ല കർത്തൃദാസന്മാരെയാണ് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 17-ാം അധ്യായത്തിൽ നമുക്കറിയാം യേശു കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. താൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, താൻ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, താൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3 തലത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നമുക്ക് അവിടെ കാണാം. ഒന്നാമത്തെ പ്രാർത്ഥന താൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിതാവേ നീ എന്നിൽ മഹത്വപ്പെടണമേ. ആ ഭാഗം ഞാൻ വിടുന്നു. 4-ാമത്തെ വാക്യത്തിലേക്ക് വരിക. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. 2-ാം ഭാഗമാണ് നാം ചിന്തിക്കുന്നത്. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചുമിരിക്കുന്നു. കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ മിഷൻ പൂർത്തിയാക്കുക എന്നതാണ് ഒരു ദൈവദാസനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ആമേൻ. യേശു കർത്താവ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, പിതാവേ നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ഏതൊരു വ്യക്തിയും ആത്മാർത്ഥമായി വേദപുസ്തകം പഠനം ചെയ്താൽ ഏതൊരു കാര്യത്തിന് വേണ്ടി ദൈവം ആരെയൊക്കെ നിയമിച്ചിട്ടുണ്ടോ അവരൊക്കെ അവരുടെ ദൗത്യം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഞാൻ മറ്റൊരു വ്യക്തി എന്നതിനേക്കാൾ നമ്മുടെ പിതാവായ ദൈവത്തെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം പരിചിതമായ വേദഭാഗമാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നമ്മിങ്ങനെ വായിക്കുന്നു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. നമുക്കറിയാം ഇത് സൃഷ്ടിപ്പിനുള്ള ബന്ധത്തിലുള്ള ഭാഗമാണ്. ഈ വിഷയങ്ങൾ വിശദമാക്കേണ്ട ആവശ്യമില്ല. 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. 1-ാം അധ്യായത്തിൽ ദൈവം സൃഷ്ടിക്കുകയാണ്. 2-ാം അധ്യായത്തിൽ പറയുക താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും തികച്ചു. അഭിഷക്തന്മാരെ, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചില പ്രവൃത്തിയുണ്ട്. ഈ പ്രവൃത്തി തികയ്ക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നോക്കിയേ, പിതാവായ ദൈവം സൃഷ്ടിപ്പിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എങ്ങനെയെങ്കിലും പ്രവൃത്തി തികയ്ക്കുകയല്ലായിരുന്നു. ഞാൻ ആ ഭാഗമാണ് അല്പം വിശദമാക്കാം. ദൈവം താൻ ചെയ്ത പ്രവൃത്തി തികച്ചു. എന്തെന്നാൽ സൃഷ്ടിപ്പ് പിതാവായ ദൈവം തികയ്ക്കുക. എങ്ങനെയെങ്കിലും ദൈവം തികയ്ക്കുകയല്ലായിരുന്നു. നമുക്കറിയാവുന്ന ഭാഗമാണ്. ഓരോ ദിവസവും ദൈവം സൃഷ്ടിപ്പ് നടത്തുമ്പോൾ പ്രീ പ്ലാൻ ചെയ്താണ് സൃഷ്ടിപ്പ് നടത്തുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ സന്ധ്യയായി, ഉഷസമായി, 1-ാം ദിവസം. ഓരോ ദിവസത്തെയും സൃഷ്ടിപ്പിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഞാൻ അതിന് ഒന്നുകൂടെ പറയുന്നു. പിതാവായ ദൈവം എന്തെങ്കിലും കൈ കിട്ടുന്നത് പോലെ തോന്നിയതുപോലെ സൃഷ്ടിക്കുകയല്ലായിരുന്നു. ദൈവം തൻ്റെ പ്രവൃത്തി തികച്ചു എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും താൻ എന്ത് ചെയ്യണമെന്ന് പ്രീ പ്ലാൻ പിതാവായ ദൈവത്തിനുണ്ടായിരുന്നു. അഭിഷേകന്മാരെ, നാം എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ആയി തീരാനല്ല നമ്മുടെ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്.
പ്രവൃത്തി തികയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു അഭിഷക്തനും ഒരു പ്രീ പ്ലാൻ ഉണ്ടായിരിക്കണം. ഇന്ന ദിവസം, ഒരു മാസത്തിനുള്ളിൽ, 2024-ൽ, 2025-ൽ ഞാൻ ഇത് ചെയ്യും എന്നൊരു ആത്മദർശനവും അതിനുവേണ്ടി ഒരു പ്ലാനും അകത്തളത്തിൽ ഉണ്ടായിരിക്കണം. വരുന്നത് പോലെ ഇന്ന് രാവിലെ ഇറങ്ങി അങ്ങ് പോയേക്കാം, എന്തെങ്കിലും ആട്ടെ, ഈ മാസം ഇങ്ങനെ പോട്ടെ, അടുത്ത മാസം എന്തെങ്കിലും ആകട്ടെ എന്നതല്ല. പിതാവായ ദൈവം താൻ സൃഷ്ടിക്കുമ്പോൾ പ്രീ പ്ലാൻ ചെയ്തു. ഓരോ ദിവസവും ചെയ്തത് പ്രീ പ്ലാൻഡ് ആണ്. ഒന്നുകൂടെ പറഞ്ഞാൽ അതിനെല്ലാം ഒരു ക്രമം ഉണ്ടായിരുന്നു, ഒരു ഓർഡർ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ചെയ്യുകയല്ല, അതിനെല്ലാം ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഭാഗം, ഓരോ ദിവസത്തെയും പ്രവർത്തനം കഴിഞ്ഞ ശേഷം നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പൊ ഞാൻ ആ ഭാഗം ധ്യാനിക്കുമ്പോൾ എന്നെ മനസ്സിലാക്കിയൊരു കാര്യം, താൻ ചെയ്തതിനെ കുറിച്ച് പിതാവായ ദൈവം വിലയിരുത്തി. മറ്റാരുമല്ല വിലയിരുത്തിയത്, പിതാവായ ദൈവം തന്നെ വിലയിരുത്തുക. നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പോൾ രാവിലെ താൻ ചെയ്തത്, ഒന്നാം ദിവസം, രണ്ടാം ദിവസം, മൂന്നാം ദിവസം, താൻ ചെയ്തതിന് ശേഷം അവൻ തന്നെ വിലയിരുത്തി, പിതാവായ ദൈവം തന്നെ വിലയിരുത്തി നല്ലതെന്ന് ദൈവം കണ്ടു. അങ്ങനെയാണെങ്കിൽ മറ്റാരും പറയണ്ട, നമ്മുടെ മനസാക്ഷിയോട് ചോദിക്കണം, ഞാൻ ചെയ്തത് നല്ലതാണോ? പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം, ദീർഘവർഷങ്ങളായി കർത്താവിന്റെ വേലയിൽ അധ്വാനം ചെയ്യുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ എന്റെ മുമ്പിലായിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മനസാക്ഷിയോട് നമുക്കൊന്ന് ചോദിക്കാം, ഞാൻ ഇത്രയും വർഷം ചെയ്തത് നല്ലതായിരുന്നോ? സഭക്കാർ നല്ല എന്ന് പറഞ്ഞു കാണും, കൂട്ടുകാർ നല്ല എന്ന് പറഞ്ഞു കാണും, അതവിടെ നിൽക്കട്ടെ. മനസാക്ഷിയോട് ചോദിക്കാം, ഞാൻ ചെയ്തത് നല്ലതായിരുന്നോ? രാത്രി കിടക്കുന്നതിന് മുമ്പേ നമുക്കൊന്ന് വിലയിരുത്താം, ഇന്ന് പകൽ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ദൈവഹിത പ്രകാരമാണോ, ദൈവം എന്നെ ഏൽപ്പിച്ചതാണോ ഞാൻ ചെയ്തത്? ഞാൻ ചെയ്തത് എങ്ങനെ ഉണ്ടായിരുന്നു? ദിനം പ്രതി പ്രവർത്തനങ്ങൾ വിലയിരുത്തണം. എന്നെ ദൈവം ഏൽപ്പിച്ച പ്രവൃത്തിയാണോ ഇന്ന് ഞാൻ ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. 2024 അവസാനിക്കാൻ ചുരുങ്ങിയ ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ 24 അവസാനിക്കും മുമ്പേ നമ്മുടെ സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം, എന്നെ ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി നല്ല നിലയിൽ തികയ്ക്കാൻ പറ്റിയോ? നമ്മൾ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന നടത്തി, ഞായറാഴ്ച ആരാധന നടത്തി, കോട്ടാച്ച് മീറ്റിംഗ് നടത്തി, ക്രമമായി നടക്കുന്നുണ്ട്, അതിന് കുറവൊന്നുമില്ല. ഞാൻ സ്തോത്രം കഴിഞ്ഞ ദിവസങ്ങൾ എവിടെയോ ഞാൻ സംസാരിച്ചപ്പോൾ ഈ ഭാഗം പറഞ്ഞു. കഴിഞ്ഞ വർഷം ഏകദേശം ഇതിനു മുമ്പുള്ള ഒക്ടോബർ മാസത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് ഇങ്ങനെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നീ ഞാൻ ഉദ്ദേശിച്ചതുപോലെ എനിക്ക് വേണ്ടി നിന്നോ? എന്നെ പരിശുദ്ധാത്മാവ് പിടിച്ചു നിർത്തിയൊരു ചോദ്യമായിരുന്നത്. സ്തോത്രം. കർത്താവിന് പേയാൽ ചെറുപ്രായത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചതാ. 10ാമത്തെ വയസ്സിൽ പ്രസംഗിക്കാൻ തുടങ്ങിയതാ. 19ാമത്തെ വയസ്സിൽ സഭാ ശുശ്രൂഷ ആരംഭിച്ചതാ. കഴിയുന്നത് പോലെയൊക്കെ കർത്താവിന് വേണ്ടി ഓടുന്ന ആളാ. നല്ല കാര്യം. എൻ്റെ ഉള്ളിൽ ഞാൻ ഓക്കെയാണ് ചിന്തിച്ചു. പക്ഷെ ഒരു ദിവസം പരിശുദ്ധാത്മാവിനോട് ചോദിച്ചു, ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നീ എനിക്ക് വേണ്ടി ചെയ്തോ? ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ കൊച്ചിയിലെ തുടങ്ങിയതല്ലേ, ഞാൻ പ്രസംഗിക്കുന്നില്ലേ, ഞാൻ ഞായറാഴ്ച ആരാധന നടത്തുന്നില്ലേ, ഞാൻ വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്തുന്നില്ലേ, നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ഓടുന്നത്? കർത്താവ് ചോദിച്ചു, എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഞാൻ ഉദ്ദേശിച്ചതുപോലെ നിനക്ക് ചെയ്യാൻ കഴിഞ്ഞോ? അവൻ ദിവസങ്ങൾ ഞാൻ ഉറങ്ങിയില്ല, അവൻ കരയാൻ തുടങ്ങി, എന്നെ ദൈവാത്മാ തട്ടി ഉണർത്താൻ തുടങ്ങി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, മറ്റുള്ളവർ നോക്കുമ്പോൾ നല്ലതാണ്, പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, നീ എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി എനിക്ക് തികയ്ക്കാൻ പറ്റിയില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, മറ്റുള്ളവർ നല്ലതെന്ന് പറയട്ടെ, പക്ഷെ സ്വന്തമായി നമുക്കത് വിലയിരുത്താം. എങ്ങനെയുണ്ട് നമ്മുടെ പ്രവൃത്തി എങ്ങനെയുണ്ട്? ദൈവസന്നിധിയിൽ പൂർണ്ണതയുള്ളതാണോ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ, കർത്താവ്, എന്നോട് ദൈവം ചോദിച്ച ചോദ്യമുണ്ട്, ആയുസിന്റെ പകുതി കഴിഞ്ഞില്ലേ, ഇനി ഇത്രയും നാൾ നീ ജീവിക്കുമോ? ഇന്ന് ഞാൻ നിന്നോട് പ്രാണനെ ചോദിച്ചാൽ നിനക്ക് എന്റെ മുമ്പിൽ നിവർന്ന് നിൽക്കാനായി കഴിയുമോ? അപ്പൊ ശക്തന്മാരെ, പ്രവൃത്തി തികയ്ക്കാതെ ഈ ലോകം വിട്ടു പോകരുത്. ദൈവമേൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കാതെ ഈ ലോകം വിട്ടു നമ്മൾ പോകരുത്. ദൈവം ഓരോ ദിവസവും സൃഷ്ടിപ്പ് കഴിഞ്ഞതിന് ശേഷം ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നല്ലതെന്ന് ദൈവം കണ്ടു. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, ചെയ്തത് ക്രമമനുസരിച്ച.
പ്രീ പ്ലാൻ ചെയ്താണ്. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. 1-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചില്ല. എന്താ 1-ാം ദിവസം സൃഷ്ടിക്കാഞ്ഞത്? പ്രീ പ്ലാൻ പിതാവായ ദൈവത്തിനുണ്ടായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഹലോ, ദയവായി ഞാൻ ഓർപ്പിക്കാം, നമ്മുടെ ശുശ്രൂഷയിൽ നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം. പ്രവൃത്തി തികയ്ക്കാൻ നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം. വരുന്നതടുത്ത് വെച്ച് വരുന്നത് പോലെ പോകാനല്ല. ഈ 2024 അവസാനിക്കുന്നു, പോട്ടെ 2025 പ്രവേശിക്കും മുമ്പേ ഞാൻ ഈ ഭാഗവുമായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഒരു പ്ലാൻ ചെയ്യണം. നിനക്ക് ദൈവം ആയുസ്സ് നൽകിയാൽ, നിനക്ക് ഞാൻ ആരോഗ്യം നൽകിയാൽ, 2025 ഓരോ ദിവസവും ഓരോ മാസവും എന്ത് ചെയ്യണമെന്നൊരു പ്ലാൻ നിനക്കുണ്ടാകണം. നമ്മുടെ സഭയ്ക്ക് അതുണ്ടാകട്ടെ, നമ്മുടെ വ്യക്തിപരമായ ശുശ്രൂഷയിൽ അതുണ്ടാകട്ടെ, പ്രസ്ഥാനത്തിൽ അതുണ്ടാകട്ടെ. ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കാൻ എത്ര അഭിഷക്തന്മാർ ഇന്ന് പകൽ അതിനോട് ചേർന്ന് ആമേൻ പറയുന്നു. ഹല്ലേലൂയ. വേഗം മുൻപോട്ട് വരണമല്ലോ. സ്തോത്രം. അപ്പോൾ പിതാവായ ദൈവം ചെയ്ത ഉൽപ്പത്തി പുസ്തകത്തിൽ ഒത്തിരി വിശദമായ ഭാഗം പറയാതെ നിർത്താം. പ്രീ പ്ലാൻ ചെയ്തു, ഓർഡർ അനുസരിച്ച് ചെയ്തു, ചെയ്തതിനെ വിലയിരുത്തി നല്ലതെന്ന് ദൈവം കണ്ടു. നമുക്ക് അകത്ത് നമുക്ക് മനസാക്ഷി കുറ്റബോധമില്ലാതെ പറയണം, ഞാൻ ചെയ്തത് നല്ലതാണ്. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വേഗം വരാം. യേശു കർത്താവ്, ഞാൻ ഓർപ്പിച്ചല്ലോ, മഹാപുരോഹിത പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, നീ എനിക്ക് തന്ന പ്രവൃത്തി തികച്ചുമിരിക്കുന്നു. നമുക്കറിയാം, പുത്രനായ ദൈവത്തെ പിതാവായ ദൈവം ഈ ഭൂമിയിൽ അയച്ചതിന്റെ പിമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ക്രൂശ്-മരണമാണ്. എന്നാൽ ക്രൂശ്-മരണം മാത്രമായി തന്റെ ദൗത്യം അവസാനിപ്പിക്കാതെ, ഞാൻ യോഹന്നാൻ സുവിശേഷം എല്ലാം വിശദമാക്കി എടുക്കുന്നില്ലെങ്കിലും അത്യാവശ്യമായി ചില കാര്യം പറയാം. തന്റെ ശുശ്രൂഷകൾ മുഴുവൻ നമ്മൾ പഠിച്ചാൽ അവിടെയെല്ലാം താൻ ചെയ്ത ഓരോ കാര്യങ്ങളും പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചു എന്ന വ്യക്തമായ ബോധ്യം തനിക്കുണ്ടായിരുന്നു. നമുക്കറിയാം, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയക്കാരിയുമായൊക്കെ സംസാരിച്ച ശേഷമായി ശിഷ്യന്മാർ വന്ന് പറയുന്നു, ഗുരു വന്ന് ഭക്ഷിച്ചാലും. ആ ഭാഗം നമുക്കറിയാം. ആ സമയത്ത് യേശു പറയുന്നൊരു പദമുണ്ട്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് എൻ്റെ ആഹാരം. അപ്പൊ എന്താ എൻ്റെ ആഹാരം? ഞാൻ എന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അപ്പന്റെ ഇഷ്ടം ചെയ്ത് അപ്പന്റെ പ്രവൃത്തി തികയ്ക്കണം. സ്തോത്രം. ഇനിയും യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം അതിന് 29-ാം വാക്യം. യോഹന്നാൻ 8:29, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. നോക്കിക്കേ, ഞാൻ ആ 2 വാക്കുകൾ ചേർത്ത് പറയാം. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം. ഇനി 8:29, എന്നെ അയച്ചവൻ എന്നോടുകൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. നോക്കിക്കേ, ദൈവത്തിന് പ്രസാദമായത്, ദൈവത്തിന് ഇഷ്ടമായത് ചെയ്യുവാൻ പുത്രൻ തമ്പുരാൻ തീരുമാനമെടുത്തപ്പോൾ പുത്രൻ പറയാ, അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഇത് പകൽ അഭിഷക്തന്മാരെ, പിതാവിന്റെ ഇഷ്ടത്തിനായി, ദൈവഹിതത്തിനായി അവൻ ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കാൻ നമ്മൾ തയ്യാറായാൽ, കൂടെ നിൽക്കാൻ ആരുമില്ലെങ്കിലും, കൈത്താങ്ങ് നൽകാൻ ആരുമില്ലെങ്കിലും, സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലും, ഇന്ന് പകൽ ധൈര്യത്തോടെ പറയണം, എന്നെ അയച്ചവൻ, എന്നെ വിളിച്ചവൻ എന്നോടുകൂടെ ഉണ്ട്. ഹല്ലേലൂയ. കർത്തൃദാസൻ കൂടെ കേട്ട അനുഭവങ്ങൾ അതല്ലേ? ആരും കൂടെ ഇല്ലെങ്കിലും, ഏത് പാതിരാത്രിയാണെങ്കിലും അയച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും തകർന്നു പോകാൻ അനുവദിക്കപ്പെടാതെ പിതാവ് കരം പിടിക്കും. അനുഭവമുള്ള ദേവദാസന്മാർ ശബ്ദമുയർത്തി ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാൻ കഴിയട്ടെ. അടുത്തൊരു പദോട് വേഗം പറയാം. യോഹന്നാൻ 6:38-39. ഞാൻ ഈ വാക്യങ്ങൾ അങ്ങ് വായിച്ചു വിടുക. യോഹന്നാൻ 6:38-39. അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു
എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. അപ്പം പിതാവിൻ്റെ ഇഷ്ടം എന്താ? എന്നെ വാക്യം ഒത്തിരി വിശദമാക്കുന്നില്ല. അവൻ എനിക്ക് തന്നതിൽ ഒന്നും കളയരുത്. ഹലോ, ദൈവമൊക്കെ തന്നിട്ടുണ്ടല്ലോ അല്ലേ? പുത്രൻ പറയുക, അവൻ എനിക്ക് തന്നതുണ്ട്, ആ തന്നതൊന്നും കളയരുത്. ദേവദാസന്മാരെ, ദൈവം നമ്മെ ഏൽപ്പിച്ചതുണ്ട്, ദൈവം നമ്മെ ഏൽപ്പിച്ച ആട്ടുംകൂട്ടമുണ്ട്, ദൈവം നമുക്ക് നൽകിയ ശുശ്രൂഷകളുണ്ട്, ദൈവം നമുക്ക് നൽകിയ കൃപാവരങ്ങളുണ്ട്. ഒന്നും കളയരുത്, ഒന്നും കളയരുത്. പ്രവർത്തി തികയ്ക്കണമെങ്കിൽ പിതാവിന്റെ ഇഷ്ടം എന്താ അറിയോ? എന്നെ ഏൽപ്പിച്ചതിൽ ഒന്നും. ആ വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. സ്തോത്രം. ചിലർ പറയും അത് പോട്ടെന്നേ, അത് ശരിയല്ല, അവരെന്ത് ചെയ്യട്ടെ, പോട്ടെ, നമുക്ക് വേറെ ആളെ കിട്ടും. ഹലോ, നമുക്ക് വേറെ ആളെ കിട്ടും, അവർ പോട്ടെ. തന്നത് കളയരുത് കേട്ടോ. മനസ്സിലാവുന്നോ? തന്നത് കളയരുത്. ഞാനൊന്നുകൂടെ പറയാം, നമ്മളൊരു ദൈവസഭയ്ക്കകത്ത് ചെന്നാൽ നമ്മളെ ഏൽപ്പിച്ച ആട്ടുംകൂട്ടത്തെ നന്നായി ഭരിക്കണം, നന്നായി മേയിക്കണം. അവരിലൊന്നും പോകരുത്. 100-1 നഷ്ടപ്പെട്ടാൽ തേടിച്ചെല്ലുന്ന ഇടയന്റെ മനോഭാവം നമുക്കുണ്ടാകണം. 99 ഉണ്ടല്ലോ, 1 പോകട്ടെ എന്ന് ചിന്തിക്കരുത്. 1 പോലും പോകരുത്. സ്തോത്രം. ഇന്നലെ ഒരു ദൈവാസനെ പറ്റി ഒരു ദേവദാസനെ വിളിച്ചു പറഞ്ഞ കാര്യം എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചു. ഒരു വലിയ സഭ, എത്ര പേര് അവിടെ വരുന്നെന്നോ ആരൊക്കെ വരുന്നെന്നോ ഒരു പക്ഷെ തിരിച്ചറിയാൻ പറ്റാത്ത പോലെ ആളുകളുള്ള ഒരു സഭ. ഒരു ദേവദാസൻ മറ്റൊരു ദേവദാസൻ എന്ന് പറയുക, ഒരു ഞായറാഴ്ച ഒരു സഹോദരനോ സഹോദരിയോ വന്നില്ലെങ്കിൽ ആ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെല്ലുകയോ ഫോൺ വിളിച്ചിട്ടോ ചോദിക്കും, എന്താ വരാഞ്ഞേ? അതാണ് ഇടയ ശുശ്രൂഷ. ഹലോ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കി ദയവായി. അപ്പൊ സ്തോത്രം, കുറ്റമായി കാണാതെ ഇത് രാവിലെ ഞാൻ ഒരിക്കൽ കൂടെ പറയാം, പോകുന്നത് പോട്ടെന്ന് പറയരുത്. നാം എബ്രായത്തിൽ വായിക്കുന്നു, അവർ ആത്മാക്കൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ ഇഷ്ടം എന്താണെന്നറിയോ? ദൈവം തന്നതിൽ 1 കളയരുത്. അവൻ സ്തോത്രം, കർത്താവ് പറഞ്ഞോട്ടെ, നാശയോഗ്യനല്ലാതെ. ഹലോ, അത് പോട്ടെ, നാശയോഗ്യൻ പോട്ടെന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് യൂദയെ പറ്റി അറിയാവുന്നതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ആ നാശയോഗ്യനല്ലാതെ ആരും എന്ത് ചെയ്തിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവം ഏൽപ്പിച്ചതൊന്നും കളയരുത്, ദൈവം നൽകിയതൊന്നും കളയരുത്. എന്താണെന്നറിയാമോ? പ്രവൃത്തി തികയ്ക്കുന്നത്. ദൈവം എന്നെ ഏൽപ്പിച്ചതിൽ ഞാൻ ഉത്തരവാദിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ചെല്ലുമ്പോൾ കണക്ക് ചോദിക്കും കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ കണക്ക് ചോദിക്കും. അവിടെ ചെല്ലുമ്പോൾ കണക്ക് ചോദിക്കുമ്പോൾ നമ്മുടെ നിവരെ നിൽക്കാൻ കഴിയണം, നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കണം. ഞാൻ ആ ഭാഗം വിശദമാക്കുന്നില്ല, സമയം മുമ്പോട്ട് പോയി. അപ്പോ യേശു കർത്താവ് പിതാവ് തന്നെ ഏൽപ്പിച്ചതൊന്നും കളഞ്ഞില്ല. ഇനിയും രണ്ടാമത്തെ ഭാഗം, നാഴികയിൽ ചെയ്യണം. നാഴിക. എനിക്ക് ഈ യോഹന്നാന്റെ സുവിശേഷം ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ കൂടുതൽ സമയം ഈ ഭാഗത്ത് ഈ യോഹന്നാന്റെ സുവിശേഷം എടുക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പറഞ്ഞൊരു പദമാണ് നാഴിക. നാഴിക. നമുക്കറിയാം, യോഹന്നാൻ 2 യേശു മറിയോട് പറയുന്നു, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ മറ്റ് ഭാഗങ്ങൾ പറയുന്നു, നാഴിക വന്നിരിക്കുന്നു. നോക്കിക്കേ, പിതാവായ ദൈവത്തിൽ നിന്ന് പുത്രനായ കർത്താവ് ഓരോ പ്രോഗ്രാമും ചാർട്ട് ചെയ്യാറുണ്ട്. ഞാൻ അതിങ്ങനെ പറയാറുണ്ട്, രാത്രിയിൽ പ്രാർത്ഥിച്ച് പിതാവിങ്കൽ നിന്ന് ലഭിക്കുന്ന പ്രോഗ്രാമാണ് പിറ്റേ പകൽ പുത്രൻ ഈ ഭൂമിയിൽ ചെയ്തത്. ഒറ്റ ഉദാഹരണം പറയാം. ഈ ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായത്തിൽ 31-ാം വാക്യം വരുമ്പോൾ കുറച്ചു പേരൊന്ന് പറയാ, ഹെരോദാവ് നിന്നെ കൊല്ലാനിച്ഛിക്കുന്നു. ഹെരോദാവ് നിന്നെ കൊല്ലാനിച്ഛിക്കുന്നു. അതിന് മറുപടി കർത്താവ് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ ചെന്ന് ആ കുറുക്കനോട് പറ,
എനിക്ക് ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കാനുണ്ട്, രോഗശാന്തി വരുത്താനുണ്ട്. ആ ക്രൂസൈഡ് തീരുന്നത് 3-ാം ദിവസമാണ്. 3-ാം നാളിൽ സമാപിക്കും. അടുത്തത് ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ സഞ്ചരിക്കേണ്ടതാ. ഓ, മനസ്സിലാകുന്നുണ്ടോ? എടാ ഹെരോദാവേ കുറുക്ക, നീ കിടന്ന് ഓരിയിട്ടാലൊന്നും തീരുന്ന പ്രവൃത്തിയല്ല എൻ്റെ പ്രവൃത്തി. ഞാൻ പ്രാർത്ഥനാമുറിയിൽ പിതാവിങ്കിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്. ഇന്നത്തെയും നാളത്തെയും മറ്റന്നാളത്തെയും പോകുക എൻ്റെ അപ്പൻ എനിക്ക് തന്നിട്ടുണ്ട്. അത് തികയ്ക്കേണ്ട ഉത്തരം. എത്ര അഭിഷക്തന്മാർ ഇന്ന് പകൽ ആ ദൂതിനെ സ്വീകരിക്കുന്നുണ്ട്. രോഗം നിന്നെ കൊണ്ടുവന്നിട്ട്, ഭയം നിന്നെ കൊണ്ടുവന്നിട്ട്, പ്രതിസന്ധി കൊണ്ടുവന്നിട്ട് ശുശ്രൂഷയിൽ നിന്ന് മുടക്കുമെന്ന് പറയുമ്പോൾ ഇത് രാവിലെ ധൈര്യത്തോടെ പറയണം, ഇല്ല പിശാചേ, എന്നെ തകർക്കാൻ നിനക്ക് പറ്റത്തില്ല. പ്രാർത്ഥനാമുറിയിൽ ഞാൻ പ്രാപിച്ച ഒരു പ്ലാൻ ഉണ്ട്. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ധൈര്യവും വിശ്വാസമുള്ള ദൈവദാസന്മാർ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നത് പുത്രനല്ല. എന്താ നാഴിക വന്നിരിക്കുന്നു, നാഴിക വന്നില്ല എന്നൊക്കെ പറയുന്നത് അഭിഷേകന്മാർ ആ ഭാഗം അറിയാമെങ്കിലും യോഹന്നാൻ സുവിശേഷം ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചോണം. ഭയങ്കരമായി നമ്മെ ബലപ്പെടുത്തുന്ന വചനങ്ങൾ ഇതിനകത്തുണ്ട്. എൻ്റെ കർത്താവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ഒരു നാഴികയുണ്ട്. ആ നാഴിക തടയാൻ ഇഹലോകത്തിലെ സകല ഹെരോദാക്കന്മാരും കരം കോർത്ത് പ്രവർത്തിച്ചാലും ഇല്ല പിശാചേ, പറ്റത്തില്ല. അഭിഷക്തന്മാർ പറയണം, ദേശത്തിന്റെ അധിപതികൾ, ദേശത്തിന്റെ പൈശാചിക മേഖലകൾ നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരായി, ദൈവസഭയ്ക്കെതിരായി, മുൻപോട്ടുള്ള നമ്മുടെ ഗമനത്തിനെതിരായി ഒന്നിച്ച് പദ്ധതി കിട്ടാലും ഇന്ന് പകൽ ആത്മാവിൽ പറയണം, പ്രാർത്ഥനാമുറിയിൽ ഞാൻ പ്രാപിച്ചൊരു അഭിഷേകമുണ്ട്. ഓ ജീസസ്. ധൈര്യവും വിശ്വാസമുള്ള ദൈവമക്കൾ ആ കരം ചേർത്തടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഡയറിയിൽ, നമ്മുടെ ഭാഷയിൽ ഡയറി എടുത്ത് നോക്കിയിട്ട് കർത്താവ് പറയാ, ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് പിതാവായ ദൈവം എന്നോട് പറഞ്ഞു, ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കാനുണ്ട്, മറ്റന്നാൾ വരെ നിനക്ക് ഈ മീറ്റിംഗ് ഉണ്ട്. ഹലോ, മറ്റന്നാൾ എന്ത് ചെയ്യത്തുള്ളൂ? 3-ാം നാളിലെ ഇത് സമാപിക്കത്തുള്ളൂ. മാത്രമാണോ, നീ ഉറത്തിരിക്കുകയല്ല, ഇന്നും നാളെയും മറ്റന്നാളും നീ എന്ത് ചെയ്യണം? അവിടെ സഞ്ചരിക്കണം. ഹലോ, എന്ത് ചെയ്യണം? നിന്നെ കൊല്ലാൻ ഹെരോദാവ് പ്ലാൻ ചെയ്യുമ്പോൾ കഥകടച്ച് മുറിക്കകത്തിരിക്കരുത്, ഭയപ്പെട്ടിരിക്കരുത്. എന്നെ പിതാവ് ഏൽപ്പിച്ചൊരു പ്രവൃത്തിയുണ്ട്, എന്നെ ഏൽപ്പിച്ചൊരു മിഷനുണ്ട്, എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യമുണ്ട്. ഏത് ഹെരോദാവ് പദ്ധതി കിട്ടാലും ആത്മാവ് ഞാൻ ചലിക്കാൻ തുടങ്ങും, ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ചില അഭിഷേകന്മാർ പറയുന്നു, കാലുകളെ കൂച്ചു വിലങ്ങിട്ട് ഒരു പരിധിക്കപ്പുറം പുറത്തു വരാൻ കഴിയാതെ നിന്നെ ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ കരമടിച്ച് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ കാലുകൾ മൂവ് ചെയ്യാൻ പോകുകയാ. ജീസസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു പരിധിക്കപ്പുറം ചലിക്കാൻ കഴിയാതെ നീ ഒതുങ്ങിപ്പോയെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥനാമുറിക്കകത്ത് അവൻ കയറി പിതാവിൽ നിന്ന് പ്ലാനുകൾ കരഗതമാക്കുക. പ്രവൃത്തി തികയ്ക്കാനുണ്ട്. ഒരു ഹെരോദാവിനും ഒന്നുകൂടെ പറയുന്നു, ഒരു ഹെരോദാവിനും നിന്റെ ശുശ്രൂഷയെ മുടക്കാൻ പറ്റില്ല. ആമേൻ, ആമേൻ. ഏത് ഹെരോദാവും, ഏത് അധികാരങ്ങളും, ഏത് ദുഷ്ടാത്മ പോരുകളും നിനക്കെതിരായി തലമുയർത്തിന്നാലും നീ ആത്മാവിൽ പറയണം, എന്റെ പ്ലാൻ അല്ലിത്. ഓ ജീസസ്. നമുക്കുള്ള ഉറപ്പെന്ന് അറിയോ? എനിക്ക് തന്ന മിഷൻ ദൈവം തന്ന, എനിക്ക് തന്നത് ദൈവമാണ്. മുമ്പേ പ്രിയ കർത്തൃദാസൻ പറഞ്ഞ വാക്യത്തിലേക്ക് പോകണമെന്ന് ചിന്തിച്ചതാ. പ്രിയ കർത്തൃദാസൻ പറഞ്ഞു, പൗലോസ് പറയുക, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണത്തില്ല. കാരണം എനിക്കൊരു ദൗത്യമുണ്ട്, എന്റെ അപ്പനെ ഏൽപ്പിച്ച ഒരു മിഷനുണ്ട്, അത് തികയ്ക്കണം. ഓ ജീസസ്. ബന്ധനങ്ങളും കഷ്ടങ്ങളും കണ്ടാൽ ഞാൻ പിന്മാറില്ല. കാരണം ഈ മിഷൻ ദൈവം ഏൽപ്പിച്ചതാ. ദൈവമാണ് മിഷൻ ഏൽപ്പിച്ചതെങ്കിൽ ഈ മിഷൻ പൂർത്തീകരിക്കാൻ കർത്താവ് കൃപ നൽകും. ആമേൻ.
പൗലോസ് പറഞ്ഞ പദമുണ്ട്, എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, പക്ഷെ കർത്താവ് എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പിച്ചു. ഹല്ലേലൂയ. അഭിഷേകന്മാരെ, എന്റെ ദൈവം ഒരു മിഷൻ തന്നിട്ടുണ്ടെങ്കിൽ, എന്റെ ദൈവം ഒരു ദൗത്യം പരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ പറ, ആരും കൈപിടിക്കാനില്ലെങ്കിലും, ആരും കൈത്താകാനില്ലെങ്കിലും എന്റെ ദൈവമാണ്. കരമടിച്ചോടിപ്പിച്ച് വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങട്ടെ. ജീസസ്. അപ്പൊ ഒന്ന്, എങ്ങനെ ചെയ്യണം, അതിനാണ് പിതാവായ ദൈവത്തിന്റെ മാതൃക ഞാൻ പറഞ്ഞത്. രണ്ട്, എപ്പോൾ ചെയ്യണം, നാഴികയിൽ ചെയ്യണം. ചെയ്യേണ്ട നാഴികയിൽ. ഇന്ന് ഏൽപ്പിച്ചാൽ ഇന്ന് ചെയ്തോണം. ഇന്നൊരു ദൗത്യം ഏൽപ്പിച്ചാൽ ഇന്ന് തീർത്തോണം. നാളെ എന്ന് മാറ്റിവെക്കരുത്. ഒരാളോട് സുവിശേഷം പറയാൻ ദൈവാത്മാവ് ഒരു നിയോഗം നൽകിയാൽ അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ആ വ്യക്തിയോട് സുവിശേഷം പറയണം. നാളെ ഒരുപക്ഷെ അദ്ദേഹം ഈ ഭൂമിയിൽ കാണണമെന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം. മിഷൻ ഭയങ്കരമാണ്. മിഷൻ ഭയങ്കര. പിന്നത്തേത് പറ്റില്ല, നാളത്തേക്ക് പറ്റില്ല. ചെയ്ത് തീർക്കേണ്ട സമയത്ത് ചെയ്യണം, നാഴികയിൽ ചെയ്യണം. മൂന്ന്, ചെയ്യുവാൻ തന്ന പ്രവൃത്തി ചെയ്യണം. ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ചെയ്യാൻ തന്ന, ഈ ചെയ്യാൻ ഏൽപ്പിച്ചത് എന്ത് ചെയ്യാവും? ചെയ്യാൻ ഏൽപ്പിച്ചത് ഈ എന്നെ ഏൽപ്പിക്കാതെ ഞാൻ കയറി എന്ത് ചെയ്യരുത്? സ്തോത്രം. മനസ്സിലായില്ലേ? എല്ലായിടത്തും കയറി എന്ത് ചെയ്യരുത്? ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ സാറ് പറഞ്ഞ പദം എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിക്കാറുണ്ട്. എയിം ബിഫോർ യു ഷൂട്ട്. എയിം ബിഫോർ യു ഷൂട്ട്. ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. ഈ ഹൈസ്കൂളിൽ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞാ ഏതെങ്കിലും ആരെയും കാല് പിടിച്ച് സഭാ ശുശ്രൂഷ കയറും. ഒന്നാമത്തെ സഭ പൊട്ടിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രസ്ഥാനത്തിൽ പോയി അടുത്ത സഭയിൽ കയറും. ഒരു 3-4 സഭയിൽ കയറി കഴിയുമ്പോൾ പിന്നെ പറയും, സഭാ ശുശ്രൂഷയ്ക്ക് എന്നെ ദൈവം വിളിച്ചിട്ടില്ല, എന്നെ ദൈവം വേറെ ശുശ്രൂഷ. അടുത്തോട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ അതും പോയി. എന്താ വിളിച്ചത്, എന്താ ദൗത്യമെന്ന്? അഭിഷേകന്മാരോട് ഞാൻ പറയാ, പ്രാർത്ഥനാ മുറി ഇന്ന് പ്രാപിക്കണം. എന്നെ ഏൽപ്പിച്ചത് എന്താ? ഓ, ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം തരാത്തൊരു മീറ്റിംഗ് എനിക്ക് വേണ്ട, ദൈവം തരാത്തൊരു ശുശ്രൂഷ എനിക്ക് വേണ്ട, ദൈവം തരാത്തൊരു പണം എനിക്ക് വേണ്ട. ഞാൻ വളരെ ഹൃദയംഗമായി പറയുന്നത്, പ്രാർത്ഥനാ മുറി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം തരാത്തൊരു നന്മയോ ദൈവം തരാത്തൊരു ശുശ്രൂഷയോ എനിക്ക് വേണ്ട. കാരണം വർഷങ്ങൾക്ക് മുമ്പേ കർത്താവിനോട് പറയുന്നുണ്ട്, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ ഇവയെല്ലാം എൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. എന്നോട് ദൈവം പറഞ്ഞു, നീ എവിടെ നിൽക്കണം, നീ ഏത് സ്റ്റേജിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് നീയല്ല, ഞാനാ തീരുമാനിക്കുന്നത്. ഇന്ന് പകൽ പറയാം, കിട്ടുന്നെങ്കിൽ ദൈവകൃപ. ആമേൻ. നിൽക്കേണ്ടത് ദൈവഹിത പ്രകാരം. മുമ്പോട്ട് വരാം. ചെയ്യാൻ തന്നെ പ്രവൃത്തി ചെയ്യണം. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് പറയാം. ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് കർത്താവ് വിളിച്ച കാര്യം നമുക്കറിയാം. മെനക്കെട്ട് നിന്നപ്പോഴാണ് നമ്മളെയൊക്കെ എന്ത് ചെയ്ത് വിളിച്ചത്. അപ്പൊ ഈ മുന്തിരിത്തോട്ടത്തിൽ ഒത്തിരി കാര്യമുണ്ട്. മുന്തിരിത്തോട്ടത്തിലേക്ക് വിളിക്കുമ്പോൾ അവിടെ ഒത്തിരി കാര്യം ചെയ്യണം. ചിലർക്ക് കല്ല് പെറുക്കി കൂട്ടാനായിരിക്കും, ചിലർക്ക് കല്ല് പെറുക്കി കളയാനായിരിക്കും, ചിലർക്ക് വേലി കെട്ടാനായിരിക്കും, ചിലർക്ക് ഗോപുരം പണിയാനായിരിക്കും, ചിലർക്ക് തടവെടുക്കാനായിരിക്കും, ചിലർക്ക് വെള്ളം ഒഴിക്കാനായിരിക്കും, ചിലർക്ക് വളവിടാനായിരിക്കും, ചിലർക്ക് മുന്തിരിപ്പള്ളി നടാനായിരിക്കും. അപ്പം ഈ മുന്തിരിത്തോട്ടത്തിൽ എന്നെ ഏൽപ്പിച്ചത് എന്തുവാന്ന്? വളവിടാൻ ഏൽപ്പിച്ചവൻ പോയി കല്ല് പെറുക്കരുത്. മനസ്സിലാന്ന് ചിന്തിക്കുന്നു. നമുക്ക് പറ്റ പരാജയം എന്നറിയോ? വളവിടാൻ ഏൽപ്പിച്ചവൻ പോയി കല്ല് പെറുക്കരുത്. ഞാൻ ഈ ഭാഗമായി ദേവസ്വം ഇരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഞാൻ ഒരാളെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കല്ല് പെറുക്കുക, മുന്തിരിത്തോട്ടം പറയാം, കല്ല് പെറുക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ ഏൽപ്പിച്ചത് വളവിടാനാ. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് കിടന്ന് കല്ല് പെറുക്കല്ലേ, ഞാനിവിടെ പോകാം എന്ന് പറഞ്ഞ് പോയി കല്ല് പെറുക്കുക. ഈ കല്ല് പെറുക്കി കഴിയുമ്പം അദ്ദേഹം പറയും, താങ്ക് യു, എന്നെ സഹായിച്ചതിന് നന്ദി. പക്ഷെ തിരിച്ച് ഉടമസ്ഥന് മുമ്പിൽ ചെല്ലുമ്പോഴോ മറ്റുള്ളവരിന്ന് താങ്ക് യു കിട്ടും. ഇവിടുത്തെ താങ്ക് യു അല്ല നമുക്ക് വേണ്ടത്. ദൈവം നമ്മോട് പറയണം, ഗുഡ് ഡൺ, നല്ല ദാസനെ. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്?
ഇന്ന് പലപ്പോഴും നമുക്ക് പറ്റുന്ന പരാജയം, എനിക്കുൾപ്പെടെ, മറ്റുള്ളവർ കൊള്ളാം എന്ന് പറഞ്ഞ് കൈയടി കിട്ടണം. ഹലോ, മറ്റുള്ളവരെ സഹായിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി നിൽക്കുക നല്ല കാര്യമാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നത്. പക്ഷേ ഏൽപ്പിച്ചത് തികയ്ക്കണം. പ്രൈസ് ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? ഏൽപ്പിച്ചത് തികയ്ക്കണം. ഒന്നുകൂടെ പറയാം, ഏൽപ്പിച്ചത് തികയ്ക്കണം. ഈ 1 പത്രോസ് ലേഖനത്തിൽ വേറെ വിഷയവുമായി ബന്ധപ്പെട്ട പറഞ്ഞുകൊണ്ട് പരകാര്യത്തിൽ ഇടപെടുന്നവനായിട്ടും അല്ല, ക്രിസ്ത്യാനിയായിട്ട് ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും പോയിട്ട് വെറുതെ ചീത്തവിളി കേട്ടെന്ന് പറഞ്ഞ് കർത്താവിന്റെ നാമത്തെ പറയരുത്. ദൈവം ഏൽപ്പിച്ചത് എന്താണെന്ന് സ്തോത്രം, സ്തോത്രം. 1 ലേഖനം 7-ാം അധ്യായത്തില് അവിടെ പറഞ്ഞത്, ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കണം. അത് പല ഭാഗങ്ങളും ബന്ധപ്പെട്ടാണെങ്കിലും ഈ വിഷയമായി ചേർത്ത് പറയാം, എന്നെ എന്തിന് വിളിച്ചോ അതിൽ ഞാൻ നിൽക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ ഏൽപ്പിച്ചിടത്ത് നമ്മൾ നിൽക്കണം. ഈ രാമേ സ്തോത്രം. സമയം അവസാനിച്ചോടി ഞാൻ നിർത്താം. അമ്മേ സ്തോത്രം. പൗലോസ് പറഞ്ഞ കാര്യമാണ്, എന്നെ ഏൽപ്പിച്ച ദൈവം തന്ന ശുശ്രൂഷ തികയ്ക്കണം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം 17-ാം വാക്യം എഴുതി വെക്കുന്നവർക്ക് വേണ്ടി ഞാൻ റെഫറൻസ് പറഞ്ഞേ. കൊലോസ്യർ 4:17 പൗലോസ് പറയാ, അമ്മേ സ്തോത്രം, അർഹിപ്പാസിനോട് കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിപ്പാൻ നോക്കണമെന്ന് പറയുകയും. സ്തോത്രം. കർത്താവിൽ ലഭിച്ച ശുശ്രൂഷ നിവർത്തിക്കണം. ഇതാരാ പറഞ്ഞേ? ആരാ പറഞ്ഞേ? പൗലോസ്. പൗലോസ് നമുക്കറിയാം, തൻ്റെ മരണത്തോട് അടുക്കുമ്പോൾ താൻ പറയുക, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവം ഏൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കണം. പുത്രൻ തമ്പുരാൻ പറയുക, പിതാവേ, ഈ ഭൂമി ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. അഭിഷക്തന്മാരെ, എന്തെങ്കിലും ചെയ്യുകയല്ല, പിതാവേൽപ്പിച്ച ശുശ്രൂഷകൾ, പിതാവേൽപ്പിച്ച പ്രവൃത്തി തികയ്ക്കണം. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കേൾക്കണം, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. കർത്താവേ, അതിനായി എന്നെ ഒരുക്കണമേ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പിതാവ് പുത്രനെ ഏൽപ്പിച്ച സകല പ്രവൃത്തികളും പുത്രൻ നന്നായി നിവർത്തിച്ചു. നമ്മെ നമ്മുടെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ നന്നായി മനസ്സിലാക്കി അത് പൂർത്തീകരിപ്പാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസന്മാരെ കർത്താവ് കരങ്ങൾ ഉപയോഗിച്ചു, അത് ഓർത്തൊന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. കേൾക്കപ്പെട്ട വചനത്തെ ധ്യാനിച്ച് പാസ്റ്റർ ബെൻസൺ ദാനിയേൽ ഗുജറാത്ത് മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കും. പാസ്റ്റർ ബെൻസൺ ദാനിയേൽ ഇന്ന് വൈകിട്ട് 4:30 ഇവിടെ നമ്മുടെ പ്രാർത്ഥനാ സ്ഥലത്ത് ഈ പറയുന്ന റീജിയനിലുള്ള ദൈവദാസന്മാർ പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നെയ്യാറ്റിൻകര റീജിയന്, തിരുവനന്തപുരം റീജിയൻ, ശൂരനാട് റീജിയൻ, ഈ റീജിയനിലുള്ള ദൈവദാസന്മാർ 4:30 തന്നെ നമ്മുടെ കൺവെൻഷൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, വിശ്വസ്ത കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിച്ച നല്ല ദൈവീയ ദൂതനായി, ദൈവീയ ആലോചനയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഞങ്ങളുടെ ജനറൽ കൺവെൻഷനെ കർത്താവിത്വത്തോളം അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് നടന്നായ ഈ മിഷൻ ചലഞ്ച് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ ദൈവത്തിൻ്റെ ആത്മാവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലീഡിയോ ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. നല്ല ഗാനങ്ങൾ പാടി ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സമയത്തിനായി സ്തോത്രം. നല്ല അനുഭവങ്ങൾ ഞങ്ങൾ കേൾക്കുവാൻ ദൈവം നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവെ അങ്ങ് കേൾപ്പിച്ച ദൈവീയ ദൂതനായി, ദൈവീയ ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കർത്താവ് ഞങ്ങളെ പറ്റി ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, അനേകായിരങ്ങളെ കർത്താവിന് വേണ്ടി വാർത്തെടുക്കുവാൻ ഈ കാലഘട്ടത്തിൽ ദൈവം ഞങ്ങളെ ശക്തമായി ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ 2024 അവസാനിക്കുന്ന മുമ്പ് തന്നെ കർത്താവെ, ഞങ്ങളുടെ സഭയിൽ വലിയൊരു ആത്മീയ വിടുതൽ, ആത്മീയ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുവാൻ എൻ്റെ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ദൈവം തന്ന ദർശനപ്രകാരം, ദൈവം തന്ന കാഴ്ചപ്രകാരം
പ്രകാരം മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന എല്ലാ മീറ്റിങ്ങിലും കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. സകലമാനവും മഹത്വം കർത്താവിന് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടുണ്ട്. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആ ശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോട്, പ്രത്യേകിച്ച് ഇന്ന് ശിശു ദേവദാസന്മാരോട്, ലോകമംഗള സഭയോട് കർത്താവിന് അന്നാത്തവരെ പ്രത്യേകം ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരയണമേ. സ്തോത്രം, സ്തോത്രം.